Hi dears, welcome to EdDream BCom online class. Today we are discussing BCOC 133 Business Law, its Block 3 and Unit 10 Bailment and Pledge. നമുക്കറിയാം ബിസിനസ് ലോയിൽ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് പോർഷനിലെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. അപ്പോൾ ആ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ചില സ്പെഷ്യൽ കോൺട്രാക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ ബ്ലോക്ക് 3യിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യൂണിറ്റ് 10ൽ വരുന്നത് ഇതേപോലെയുള്ള സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആണ്, ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ്. അപ്പൊ ഈ ബെയിൽമെന്റ് എന്ന് പറയുന്ന ആ സ്പെഷ്യൽ കോൺട്രാക്ട് മുഴുവനായും നമ്മളുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന് കീഴിലല്ല വരുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ കുറെ പ്രൊവിഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ റെയിൽവേ ആക്ട്, കാരിയേഴ്സ് ആക്ട്, അതിന്റെ ഒക്കെ പ്രൊവിഷൻസും ബെയിൽമെന്റിന് അപ്ലിക്കബിൾ ആണ്. നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ബെയിൽമെന്റിനെ കുറിച്ച് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ സെക്ഷൻ 148ലാണ് എന്താണ് ബെയിൽമെന്റ് എന്നുള്ളതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ബെയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു സ്പെസിഫിക് കോൺട്രാക്ട് ആണ്. അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ് upon a contract that they shall, when the purpose is accomplished, be returned or otherwise disposed of according to the directions of the person delivering them. അപ്പോൾ ഈ ബെയിൽമെന്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ കോൺട്രാക്റ്റില് നമ്മൾ എന്തൊക്കെയോ ഗുഡ്സ് ഡെലിവർ ചെയ്യുകയാണ്. ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് എന്തൊക്കെയോ കുറച്ച് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? വെറുതെ കൊടുക്കല്ല, ഫോർ സം സ്പെസിഫിക് പർപ്പസ്. എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ആ ഗുഡ്സ് നൽകുന്നത്. ആ ഗുഡ്സ് നൽകുന്നതോടൊപ്പം നമ്മൾ അവർക്ക് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഈ പർപ്പസ് എന്തിനു വേണ്ടിയാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത്, ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗുഡ്സ് റിട്ടേൺ ചെയ്യണം, നൽകിയ ആൾക്ക് തന്നെ റിട്ടേൺ ചെയ്യണം. അതല്ലെങ്കിൽ എങ്ങനെയാണോ ഈ നൽകിയ ആൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതുപോലെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള രീതിയിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു കരാറാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ആ സ്പെഷ്യൽ കോൺട്രാക്റ്റിൽ ഒരു വ്യക്തി ആരാണോ ഈ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അദ്ദേഹത്തെ നമ്മൾ ബെയിലർ എന്ന് വിളിക്കുന്നു. ആർക്കാണോ ഈ ഗുഡ്സ് നമ്മൾ നൽകുന്നത് അവരെ ബെയിലി എന്നും വിളിക്കുന്നു. അപ്പോൾ ബെയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ബെയിലർ ആൻഡ് ബെയിലി. ബെയിലർ ഒരു സബ്ജക്ട് മാറ്റർ എന്തെങ്കിലും ഗുഡ്സ് ബെയിലിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബെയിലി മസ്റ്റ് റിട്ടേൺ ദ ഗുഡ്സ് ഓർ ഡിസ്പോസ് ദ ഗുഡ്സ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻസ് ഗിവൺ ബൈ ദ ബെയിലർ. ബെയിലർ നൽകിയ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് വേണം ആ ഗുഡ്സ് ആർക്കാണ് തിരിച്ചു നൽകേണ്ടത്. നോർമലി ബെയിലർക്ക് തന്നെ ആയിരിക്കും തിരിച്ചു നൽകാറുള്ളത്. അതല്ലെങ്കിൽ വേറെ ഏത് രീതിയിലാണോ ഡിസ്പോസ് ചെയ്യേണ്ടത് ആ കാര്യം ബെയിലർ കൃത്യമായി ആ കോൺട്രാക്റ്റില് പറഞ്ഞിട്ടുണ്ടായിട്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഗോൾഡ് കൊടുത്തിട്ട് കുറച്ച് ഗോൾഡ് ഒരു ജ്വല്ലറിയിൽ ഏൽപ്പിക്കുന്നു, ഒരു വള ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഗോൾഡ് നൽകുന്ന സമയത്ത് നൽകുന്ന ആൾ പറയും, ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് ഈ ഗോൾഡ് കൊണ്ട് ഒരു വള ഉണ്ടാക്കി തരണം. അപ്പൊ ആ വള ഉണ്ടാക്കാനുള്ള ചാർജ് എത്രയാണ് എന്ന് ജ്വല്ലറിക്കാർ പറയും. എന്നിട്ട് ആ പർട്ടിക്കുലർ ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്നു, അവർ ആ ഗോൾഡിനെ വളയാക്കി മാറ്റി നമ്മൾക്ക് തരുന്നു. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് അതിന്റെ മേക്കിംഗ് ചാർജ് പ്ലസ് എന്തെങ്കിലും സർവീസ് ചാർജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ ബെയിൽമെന്റില് പേയ്മെന്റ് വരാറുണ്ട്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ പേയ്മെന്റ് വരാറുമില്ല. ഇപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും ടൂർ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു ഡോഗിനെ തൊട്ടപ്പുറത്തെ വീട്ടില് നോക്കാൻ വേണ്ടി 2 ദിവസത്തേക്ക് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നു, ഡോഗിനെ തിരിച്ച് ഇങ്ങോട്ട് വാങ്ങുന്നു. അതിന് ചിലപ്പോൾ നമ്മൾ പേയ്മെന്റ് കൊടുത്തു എന്ന് വരില്ല. അല്ലെങ്കിൽ നമ്മുടെ വാല്യുബിൾ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ കൊടുത്തിട്ട് നമ്മൾ എവിടേക്കെങ്കിലും പുറത്തു പോകുന്ന സമയത്ത് പോയി വരുന്നു, തിരിച്ചു വരുമ്പോൾ ആ വാല്യുബിൾസ് ഇങ്ങോട്ട് തന്നെ വാങ്ങിക്കുന്നു. അപ്പൊ ബെയിൽമെന്റില് ബെയിലിക്ക് ചില സന്ദർഭങ്ങളിൽ പേയ്മെന്റ് അവർ ചെയ്യുന്ന ആ പ്രവർത്തിക്കുള്ള പേയ്മെന്റ് കിട്ടാറുണ്ട്, ചില സന്ദർഭങ്ങളിൽ കിട്ടാറുമില്ല. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ സെക്ഷൻ 148ലെ ഡെഫിനിഷനെ അനുസരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഈ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്? അതിൽ ഏറ്റവും ആദ്യമായി പറയുന്നത് ഇറ്റ്സ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ബെയിലർ ആൻഡ് ബെയിലി. എന്തോ ഒരു പർപ്പസിന് വേണ്ടി ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ അവിടെ ബെയിലറും ബെയിലിയും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. ദ എഗ്രിമെന്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്.
ബെയിൽമെന്റിൽ ചില സമയത്ത് കൃത്യമായി എഴുതി തയ്യാറാക്കിയ അല്ലെങ്കിൽ വാക്കുകളാൽ പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റ് ആയിരിക്കാം, ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറയാത്തതുമാവാം. പറയുന്ന എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഡ്രസ്സിന്റെ മോഡല്, ഫാഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. അവരത് സ്റ്റിച്ച് ചെയ്യുന്നു, നമ്മൾക്ക് ഇങ്ങോട്ട് തിരിച്ചു തരുന്നു, നമ്മൾ അതിന്റെ സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ കൃത്യമായി വാക്കുകളിലൂടെ പറയുന്ന, എക്സ്പ്രസ് ചെയ്യുന്ന ബെയിൽമെന്റ് ഉണ്ട്. ഇനി ഇംപ്ലൈഡ് ആയിട്ടുള്ള എക്സ്പ്രസ് കൃത്യമായി വാക്കുകളിലൂടെ പറയാതെ തന്നെ നമ്മൾ ചെയ്യുന്ന ഗുഡ്സ് മടക്കി കൊടുക്കുന്ന ചില കേസുകളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. നമ്മളിങ്ങനെ റോഡിലൂടെ പോകുന്ന സമയത്ത് നമ്മൾക്ക് ഒരു പേഴ്സ് കിട്ടി, ആ പേഴ്സിൽ ആ നഷ്ടപ്പെട്ട ആളുടെ അഡ്രസ്സും എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. നമ്മളത് ആ അഡ്രസ്സ് കിട്ടിയ ആൾക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നു. അവിടെ അദ്ദേഹം നമ്മളോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടൊന്നുമില്ല, എൻ്റെ പേഴ്സ് പോയാൽ നീ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരണമെന്ന് നമ്മളോട് എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഇംപ്ലൈഡ് ബെയിൽമെന്റും വരാം, എക്സ്പ്രസ് ബെയിൽമെന്റും വരാം. ദെൻ രണ്ടാമത്തെ ഫീച്ചർ ആയിട്ട് പറയുന്നത് ദർ മസ്റ്റ് ബി ഡെലിവറി ഓഫ് ഗുഡ്സ്. അവിടെ എന്തുണ്ടായിരിക്കണം? ഗുഡ്സിന്റെ ഡെലിവറി ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഗുഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് മസ്റ്റ് കവർ ഓൺലി മൂവബിൾ ഗുഡ്സ്. മൂവബിൾ ഗുഡ്സിന്റെ ട്രാൻസ്ഫർ മാത്രമാണ് ബെയിൽമെന്റിൽ നടക്കുന്നത്. എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുമ്പോൾ മൂവബിൾ ഗുഡ്സ് ആണ് നമ്മൾ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ദർ മേ ബി വളണ്ടറി ട്രാൻസ്ഫർ. എന്തായിരിക്കണം? നമ്മൾ ഇതിന്റെ പൊസഷൻ ആണ് നൽകുന്നത്, ഓണർഷിപ്പ് ഒരിക്കലും നൽകുന്നില്ല, വെറും കൈമാറ്റം മാത്രമാണ്. ഇപ്പോൾ ഗോൾഡ് ജ്വല്ലറിയിൽ കൊടുത്ത് വള ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ അവിടെ ആ പൊസഷൻ, ആ വള ഉണ്ടാക്കുന്നത് വരെ അത് അവർക്ക് കൈവശം വെക്കാനുള്ള അവകാശമേ ഉള്ളൂ, അതല്ലാതെ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പോൾ വളണ്ടറി ട്രാൻസ്ഫർ ആയിരിക്കണം ഓണർഷിപ്പ് നൽകുന്നത്. അതല്ലാതെ ഇപ്പോൾ ഒരു കള്ളൻ നമ്മുടെ വീട്ടിൽ വന്നു തോക്ക് ചൂണ്ടി നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മുടെ വാല്യുബിൾസ് ഒക്കെ മേടിച്ചുകൊണ്ട് പോവാണെന്ന് വിചാരിക്കാം. നമ്മുടെ വാല്യുബിൾസ് അയാളുടെ കയ്യിലായി, പക്ഷെ അവിടെ വളണ്ടറി ട്രാൻസ്ഫർ അല്ല. അപ്പൊ നമ്മൾക്ക് അതിന് ഒരിക്കലും ബെയിൽമെന്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ബെയിൽമെന്റ് ആവണമെങ്കിൽ മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം, വളണ്ടറി ട്രാൻസ്ഫർ ആയിരിക്കണം, ഗുഡ് ടൈറ്റിൽ വേണം, നമ്മൾക്ക് അതിന് കറക്റ്റ് ഓണർഷിപ്പ് വേണം. മോഷ്ടിച്ചുകൊണ്ട് വന്ന ഗുഡ്സ് വേറൊരാൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നതൊന്നും ബെയിൽമെന്റ് അല്ല. അപ്പോൾ കൃത്യമായി നല്ല ടൈറ്റിലുള്ള ഗുഡ്സ് വളണ്ടറി ട്രാൻസ്ഫർ ആയിരിക്കണം. ആൻഡ് ദ ഡെലിവറി മേ ബി ആക്ച്വൽ ഡെലിവറി ഓർ കൺസ്ട്രക്റ്റീവ് ഡെലിവറി. രണ്ട് രീതിയിൽ ഗുഡ്സ് ഡെലിവർ ചെയ്യാം, ആക്ച്വൽ ഡെലിവറി അല്ലെങ്കിൽ സിംബോളിക് ഡെലിവറി. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പൊ ആ മെറ്റീരിയൽ നമ്മൾ ആ കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പൊ ആ ഗുഡ്സ് ഐഡന്റിഫയബിൾ ഗുഡ്സ് ആണ്, അത് നമ്മൾ ഫിസിക്കലി അവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. അതിനെയാണ് ആക്ച്വൽ ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി സിംബോളിക് ഡെലിവറി അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ഫിസിക്കലി നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നില്ല, പകരം ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ വണ്ടി റിപ്പയർ ചെയ്യാനാണെങ്കിൽ അതിന്റെ താക്കോല് കൊണ്ടുപോയി കൊടുക്കുന്നു. അവർ വന്ന് വണ്ടിയിൽ വന്ന് റിപ്പയർ ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ഒക്കെയാണ് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഡോക്യുമെന്റ് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുമല്ലെങ്കിൽ ഇപ്പോൾ റെയിൽവേയിൽ നമ്മൾ ഗുഡ്സ് ഒക്കെ കാർഗോയിൽ അയക്കും. അപ്പൊ അത് വേറൊരാളെ ഏൽപ്പിക്കുകയാണ്, നമ്മൾ അത് വാങ്ങിക്കാനും എല്ലാറ്റിനും. അതേപോലെ അതിൽ എന്തെങ്കിലും വർക്ക് നടത്താനൊക്കെ വേണ്ടി നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ നമ്മളുടെ കയ്യിൽ ആ ഗുഡ്സ് ഇല്ല, ഗുഡ്സ് പാർസലായി നമ്മൾ അയച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ റെസീപ്റ്റ് സിംബോളിക് ഡെലിവറിയാണ്. ആ കാർഗോവിന്റെ റെസീപ്റ്റ് ആണ് നമ്മൾ ഗുഡ്സ് കൈമാറുന്നതിന് പകരം കൈമാറുന്നത്. അപ്പൊ ആക്ച്വൽ ഡെലിവറി ആവാം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആവാം. എങ്ങനെയാണെങ്കിലും അത് വളണ്ടറി ട്രാൻസ്ഫർ ആയിരിക്കണം, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫ്രീ കൺസെന്റോട് കൂടി ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ ഗുഡ് ടൈറ്റിലും വേണം. ദെൻ മൂന്നാമത്തെ ഫീച്ചർ ആയിട്ട് വരുന്നത് പർപ്പസ് ആണ്. ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ഫ്രം ബെയിലർ ടു ബെയിലി ഫോർ സം പർപ്പസ്. വെറുതെ നൽകുന്നതിനെ നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയില്ല, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ നൽകുന്നതാവണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ ഒരു റിപ്പയറിംഗ് ഷോപ്പിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ആ റിപ്പയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞാൽ അവരത് തിരിച്ച് നമ്മൾക്ക് തരും, നമ്മൾ അതിന്റെ റിപ്പയറിംഗ് ഫീസ് കൊടുക്കും. അപ്പൊ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് അവിടെ ബെയിൽമെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആ സ്പെഷ്യൽ കോൺട്രാക്ട് ഉണ്ടാകുന്നത്. ദെൻ ലാസ്റ്റിൽ പറയുന്നത് there must be return of the transferred goods after accomplishing the purpose. നമ്മൾ എന്തിനു വേണ്ടിയാണോ ആ ഗുഡ്സ് നൽകിയത്
ആ പർപ്പസ് നടത്തി കഴിഞ്ഞാൽ, അത് പൂർത്തിയായി കഴിഞ്ഞാൽ അവ ബെയിലറുടെ നിർദ്ദേശപ്രകാരം റിട്ടേൺ ചെയ്യണം. ചിലപ്പോൾ അദ്ദേഹത്തിന് തന്നെ ആയിരിക്കാം റിട്ടേൺ ചെയ്യുന്നത്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഒരാൾ ഹോട്ടലിൽ 10 ബിരിയാണി അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും പ്രോഡക്റ്റ് നമ്മൾ വിൽപ്പന ഒരിക്കലും ഇതിൽ വരില്ല കേട്ടോ. എന്തെങ്കിലും ഇപ്പം നമ്മൾ കുറച്ച് റൈസ് കൊണ്ട് കൊടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഫുഡാക്കി തരാൻ പറഞ്ഞു, അത് വേറൊരു സ്കൂളിലേക്ക് കൊടുക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇയാളുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ആ സ്കൂളിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ തുന്നൽ കടയിൽ കൊണ്ടുപോയി കൊടുത്തു, അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജും കൊടുത്തു. അയാളോട് ആ യൂണിഫോം മുഴുവൻ സ്കൂളിലാണ് സപ്ലൈ ചെയ്യാൻ പറഞ്ഞതെങ്കിൽ ഗുഡ്സ് എവിടെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്? പർപ്പസ്, അതായത് സ്റ്റിച്ചിങ് എന്നുള്ള പർപ്പസ് കഴിഞ്ഞപ്പോൾ അത് സ്കൂളിലാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നത് കൃത്യമായി ബെയിലറുടെ കയ്യിലേക്ക് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പകരം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം റിട്ടേൺ നടക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും റിട്ടേൺ ഉണ്ടായിരിക്കണം. കാരണം ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് പെയ്മെന്റ് അല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റ് നൽകി അതിന്റെ പേയ്മെന്റ് വാങ്ങിച്ച് അതൊരു സെയിലായി മാറിക്കഴിഞ്ഞു, ഓണർഷിപ്പ് ടൈറ്റിൽ അല്ലെങ്കിൽ ടൈറ്റിൽ ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ അവിടെ സെയിൽസ് ആയി, അവിടെ ഒരിക്കലും ബെയിൽമെന്റ് വരില്ല. അപ്പൊ ബെയിൽമെന്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കും? നമ്മൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഗുഡ്സ് സേഫ് കസ്റ്റഡിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയോ ഒരാൾ വേറൊരാളെ ഏൽപ്പിക്കുന്നു. ആ പർപ്പസ് കഴിഞ്ഞാൽ അത് തിരിച്ചു നൽകണം, അല്ലെങ്കിൽ ആർക്കാണോ നൽകേണ്ടത് അത് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ഡെലിവറി ഓഫ് ഗുഡ്സ് ആണ് ഇതിൽ വരുന്നത്, സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആയിട്ടുള്ള ബെയിൽമെന്റിൽ വരുന്നത്. അപ്പോൾ അതിൽ നോർമലി നമ്മൾ എന്ത് ഗുഡ്സാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? മൂവബിൾ ഗുഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. ബെയിൽമെന്റിൽ നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ബെയിൽമെന്റ് ആണ്. ബെയിൽമെന്റ് നടത്തുമ്പോൾ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ പേയ്മെന്റ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ പേയ്മെന്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഓരോ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള ബെയിൽമെന്റ് ആയിരിക്കും ചില കേസുകളിൽ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? എത്ര തരം ബെയിൽമെന്റ് ആണുള്ളത്? ടൈപ്സ് ഓഫ് ബെയിൽമെന്റ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 2 ക്ലാസിഫിക്കേഷൻ: ഓൺ ദി ബേസിസ് ഓഫ് റിവാർഡ് ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ബെനഫിറ്റ്. റിവാർഡ് എന്ന് പറയുമ്പോൾ ആർക്കാണ്, അതായത് നമ്മൾ പേയ്മെന്റ് എന്തെങ്കിലും തരത്തിലുള്ള കൺസിഡറേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു. റിവാർഡ് ഉണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ബെയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്ഷൻ 148 പറഞ്ഞു, ഡെലിവറി ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഫോർ മേക്കിംഗ് സം പർപ്പസ് ഓർ ഫോർ സം പർപ്പസ് ആൻഡ് റിട്ടേൺ ദം ആഫ്റ്റർ അക്കംപ്ലിഷിംഗ് ദാറ്റ് പർപ്പസ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ആ ഗുഡ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഗുഡ്സ് ബെയിലർ ബെയിലിക്ക് നൽകുമ്പോൾ ബെയിലി അത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണോ നൽകുന്നത് ആ കാര്യം കഴിഞ്ഞാൽ ബെയിലി അത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഫ് ദർ ഈസ് എനി കൺസിഡറേഷൻ ഇൻ ദാറ്റ് ബെയിൽമെൻറ്റ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. നോ കൺസിഡറേഷൻ ആണെങ്കിൽ, അതായത് ബെയിൽമെൻറ്റിൽ ബെയിലിക്ക് യാതൊരു തരത്തിലുള്ള കൺസിഡറേഷനും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള റിവാർഡും കിട്ടുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെൻറ്റ്. അപ്പോൾ ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെൻറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് വിത്തൗട്ട് കൺസിഡറേഷൻ. ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെൻറ്റിന് എന്തില്ല? കൺസിഡറേഷൻ ഇല്ല, റിവാർഡ് നമ്മൾ നൽകുന്നില്ല. എന്നാൽ നോൺ ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെന്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവിടെ എന്തുണ്ടായിരിക്കും? റിവാർഡ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു, സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് നൽകുന്നു. അങ്ങനെ സ്റ്റിച്ചിങ് ചാർജ് നൽകുന്ന കേസാണെങ്കിൽ നോൺ ഗ്രാറ്റ്യൂട്ടസ് ആണ്. ഗ്രാറ്റ്യൂട്ടസ് എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ നന്മ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു, നമുക്കൊന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ടൗണിലേക്ക് പോവുകയാണ്, അപ്പോൾ നമ്മൾ അവർക്ക് നമ്മുടെ വണ്ടി ഓടിക്കാൻ കൊടുക്കുന്നു, പകരം നമ്മൾ അതിനൊന്നും വാങ്ങിക്കുന്നില്ല, അത് ഗ്രാറ്റ്യൂട്ടസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് നമ്മുടെ കുറച്ച് ജ്വല്ലറി തൊട്ട് അയൽപ്പക്കത്തെ ഏൽപ്പിക്കുന്നു, നമ്മൾ തിരിച്ചു വരുന്നു, ആ ജ്വല്ലറി അതേപോലെ വാങ്ങിക്കുന്നു. ലോക്കറിൽ കൊടുക്കുന്നത് പോലെ പേയ്മെൻ്റ് ഒന്നും നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒരു സർവീസ് എന്നുള്ള രീതിയിൽ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങാതെ നടത്തുന്ന ബെയിൽമെൻ്റാണ് ഗ്രാറ്റ്യൂട്ടസ്. അവിടെ നന്ദി മാത്രമേ ഉള്ളൂ, പ്രതിഫലമില്ല. ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ നോൺ ഗ്രാറ്റ്യൂട്ടസിൽ അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ബെയിലി എന്ത് ചെയ്യുന്നുണ്ട്? റെമ്യൂണറേഷൻ വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ കൺസിഡറേഷൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ സർവീസിന് കൊടുത്തു,
അവരതിന് 2000 രൂപയായി എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് അത് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ സർവീസ് എന്ന് പറയുന്ന കാര്യം അവർ ചെയ്തു തന്നതിന് നമ്മൾ എന്ത് കൊടുത്തു? സർവീസ് ചാർജ് കൊടുത്തു. അങ്ങനെ കൺസിഡറേഷൻ ഉള്ള, റെമ്യൂണറേഷൻ നൽകുന്ന തരം പേയ്മെൻറ്റ് ഉള്ള ബെയിൽമെൻ്റ് ആണ് നോൺ ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെൻറ്റ്. അപ്പോൾ അവിടെ വെറും നന്ദി മാത്രമല്ല ഉള്ളൂ, പകരം എന്തുണ്ട്? പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അതാണ് റിവാർഡിനെ ബേസ് ചെയ്തിട്ട്, ഒന്ന് നോ റിവാർഡും ഒന്ന് വിത്ത് റിവാർഡും. രണ്ടാമത്തത് ഏതാ? ഓൺ ദ ബേസിസ് ഓഫ് ബെനഫിറ്റ്. ആർക്കാണ് ബെയിൽമെൻറ്റ് കൊണ്ട് ആർക്കാണ് ഗുണം കിട്ടുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഫോർ ദ എക്സ്ക്ലൂസീവ് ബെനഫിറ്റ് ഓഫ് ദ ബെയിലർ, 2 ഫോർ ദ എക്സ്ക്ലൂസീവ് ബെനഫിറ്റ് ഓഫ് ദ ബെയിലി, ആൻഡ് 3 ഫോർ ദ മ്യൂച്വൽ ബെനഫിറ്റ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി ആർക്കാണ് ബെനഫിറ്റ് കിട്ടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ബെയിലർക്ക് മാത്രമാണ് ബെനഫിറ്റ് കിട്ടുന്നത്. ആരാണോ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വ്യക്തിക്ക് മാത്രമാണ് ആ ബെയിൽമെൻറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നതെങ്കിൽ ആ കാറ്റഗറി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 2 ദിവസം പുറത്ത് പോവാണ്, അതായത് നമ്മുടെ റിലേഷനിലുള്ള ആരുടെയെങ്കിലും മാരേജിനോ അല്ലെങ്കിൽ 1-2 ദിവസം നമ്മളൊന്ന് ടൂർ പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഗോൾഡ് ഓർണമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? തൊട്ട് അയൽപ്പക്കത്ത് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നു, അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുന്നു. നമ്മൾക്ക് മാത്രമാണ് ഗുണം, നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് ഒന്നും കൊടുക്കുന്നില്ല, നമ്മൾക്ക് ആ വാല്യുബിൾസ് നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടി. അങ്ങനെയുള്ള ബെയിൽമെൻ്റ് ആണ് എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദ ബെയിലർ. ഇനി രണ്ടാമത്തെ കേസ് ഏതാ? എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദ ബെയിലി. ആർക്കാണോ ഗുഡ്സ് കിട്ടുന്നത് അവർക്ക് മാത്രമാണ് ആ ബെയിൽമെൻറ്റ് കൊണ്ട് നേട്ടമുണ്ടാകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 2 വീലറുമുണ്ട്, ഒരു 4 വീലറുമുണ്ട്. അപ്പോൾ ആ വണ്ടി നമ്മുടെ ഫ്രണ്ട്സിനൊന്ന് പുറത്ത് പോകേണ്ട സമയത്ത് നമ്മുടെ 4 വീലർ നമ്മൾ അവരോട് ഉപയോഗിച്ചോളാൻ പറയുകയാണ്. അവർ ആ വണ്ടി എടുത്തു പോകുന്നു, ടൗണിലേക്ക് പോകുന്നു, അവരുടെ ആവശ്യം കഴിയുന്നു, തിരിച്ച് നമ്മുടെ പോർച്ചിൽ കൊണ്ടുവന്നിട്ട് തരുന്നു. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പേയ്മെൻ്റ് ഒന്നും വാങ്ങിക്കുന്നില്ല. അപ്പോൾ അവിടെ ആർക്കാ ബെനിഫിറ്റ് ഉണ്ടായത്? ആർക്കാണോ നമ്മൾ നൽകിയത്, കാറ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് നൽകി, അവർക്കാണ് ബെനിഫിറ്റ് ഉണ്ടായത്. അത്തരം രീതിയിലുള്ള ബെയിൽമെൻ്റ് ആണ് എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദ ബെയിലി. ദെൻ മൂന്നാമത്തെ കേസിൽ അങ്ങനെയല്ല പറയുന്നത്, ഫോർ ദ മ്യൂച്വൽ ബെനിഫിറ്റ് ഓഫ് ദ ബെയിലർ ആൻഡ് ബെയിലി. ഇവിടെ ബെയിലർക്കും ഗുണമുണ്ടാകുന്നുണ്ട്, ബെയിലിക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യുന്നതോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതോ ഇപ്പോൾ ഡയമണ്ടും ഗോൾഡും കൊടുത്ത് നമ്മളൊരു ഡയമണ്ട് റിങ് മേക്ക് ചെയ്യുന്നതോ എല്ലാം നമ്മൾക്ക് ഇതിന് എക്സാമ്പിൾ എഴുതാം. കാരണം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ നമ്മൾ ടൈലറുടെ കയ്യിൽ കൊടുക്കുന്നു, അയാൾ അത് ഡ്രസ്സാക്കി നമ്മൾക്ക് തരുന്നു. അപ്പോൾ ആ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന കാര്യം നമുക്കത് മെറ്റീരിയൽ ഡ്രസ്സായി കിട്ടി. ബെയിലർക്ക് ഉണ്ടായ ഗുണം, ബെയിലിക്ക് ഉണ്ടായ ഗുണം എന്താ? അവരുടെ സ്റ്റിച്ചിങ് ചാർജ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. അതേപോലെയാണ് കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യുമ്പോഴും കമ്പ്യൂട്ടർ റിപ്പയറിംഗ് എന്നുള്ള സർവീസ് ബെയിലർക്ക് ബെനിഫിറ്റാണ്, അയാളുടെ കമ്പ്യൂട്ടർ നേരെയായി കിട്ടി. പകരം റിപ്പയർ ചെയ്ത് കൊടുത്തതിനുള്ള ചാർജ് ബെയിലിക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ വാച്ച് റിപ്പയറിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റിപ്പയർ എന്തോ ആയിക്കോട്ടെ, നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ആ പ്രോസസ്സിൽ ബെയിലർക്കും ബെനിഫിറ്റ് ഉണ്ട്, ബെയിലിക്കും ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് റിവാർഡിനെ ബേസ് ചെയ്തിട്ട്, പിന്നെ ഒന്ന് ബെനിഫിറ്റിനെ ബേസ് ചെയ്തിട്ട്, അങ്ങനെ മൊത്തത്തിൽ 5 ടൈപ്പ് ബെയിൽമെൻ്റ് ആണുള്ളത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബെയിൽമെൻറ്റ് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഡിഫൈൻ ബെയിൽമെൻറ്റ്, എക്സ്പ്ലെയിൻ ഇറ്റ്, ക്ലാസിഫിക്കേഷൻ, ചിലപ്പോൾ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻ അല്ല, ഒരു ക്വസ്റ്റ്യൻ്റെ പാർട്ടായിട്ടൊക്കെ ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു 5 മാർക്കിനോ 7 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനിഷനും എഴുതണം, ഈ 5 ടൈപ്പ് ബെയിൽമെൻറ്റും എഴുതണം, എക്സാമ്പിൾസും എഴുതണം. ബെയിൽമെൻറ്റിൻ്റെ ആശയം എഴുതുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്തുകൂടെ കോട്ട് ചെയ്ത് എഴുതണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മതി, കൺസെപ്റ്റ് ക്ലിയർ ആവണമെന്നേ ഉള്ളൂ. ടെക്സ്റ്റുള്ള അതേ എക്സാമ്പിൾ എഴുതണം എന്നൊന്നുമില്ല. ഇതൊന്നും കേസുകളൊന്നും വരുന്നതല്ലല്ലോ, ജസ്റ്റ് എന്താണ് കാര്യമെന്ന് മനസ്സിലായാൽ മതി. അപ്പോൾ എക്സാമ്പിൾ കൂടെ ആഡ് ചെയ്തിട്ട് എഴുതണം. ബെയിൽമെൻറ്റിൽ നമ്മൾക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി ആണ്. അപ്പോൾ ഏതെങ്കിലും മൂവബിൾ ഗുഡ്സ് എന്തെങ്കിലും പർപ്പസിന് വേണ്ടി ബെയിലർ ബെയിലിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ബെയിൽമെൻറ്റ്. അപ്പോൾ അവിടെ ബെയിലർക്കുള്ള കടമകൾ എന്തൊക്കെയാണ്, അദ്ദേഹം ഈ ഗുഡ്സ് നൽകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും ആദ്യമായി പറയുന്നത് ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ഡിഫക്റ്റ്. എന്തെങ്കിലും ഡിഫക്റ്റ്, നമ്മൾ നൽകുന്ന ഗുഡ്സിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ബെയിലർ കൃത്യമായി ശ്രദ്ധിക്കണം, അത് ബെയിലിയെ അറിയിക്കുകയും വേണം. ഇപ്പോൾ ഗ്രാറ്റ്യൂട്ടസ് ആണെങ്കിൽ നമ്മൾക്ക് പറയാം അവിടെ റിവാർഡ് ഇല്ല,
നോ കൺസിഡറേഷൻ ബെയിൽമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ ഡിഫക്റ്റ് നമ്മുടെ ഗുഡ്സിന് എന്താണ് പോരായ്മയുള്ളത് എന്ന് നമ്മൾ ബെയിലിയോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ലോസ് നമ്മളുടെ ബെയിലർ മേക്ക് ഗുഡ് ചെയ്യേണ്ടി വരും. എന്താണോ നഷ്ടമെങ്കിൽ ആ നഷ്ടം നികത്തി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കാറ് ബെയിലിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നോൺ ഗ്രാറ്റുവിറ്റസ് ആണ്, നമ്മൾ പേയ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ ആ കാറിന് ബ്രേക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് കൃത്യമായി പറയണം. അതല്ലാതെ ആ ബ്രേക്ക് ഇല്ലാത്ത കാറ് കൊണ്ടുപോയി നമ്മുടെ ഫ്രണ്ടിന് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ നഷ്ടം, ആ കാര്യത്തിനുള്ള പേയ്മെൻറ്റ് നമ്മുടെ ബെയിലർ നൽകേണ്ടതാണ്. അപ്പോൾ ഗ്രാറ്റുവിറ്റസ് ആണെങ്കിൽ അവിടെ നോ കൺസിഡറേഷൻ ആണ്. അപ്പോൾ എന്താണോ നഷ്ടം ഉണ്ടാകുന്നത് ആ നഷ്ടം നമ്മൾ നികത്തി കൊടുക്കേണ്ടതായി വരും ബെയിലർ. ഇനി രണ്ടാമത്തെ കേസ് നോൺ ഗ്രാറ്റുവിറ്റസ് ബെയിൽമെൻ്റ് ആണ്. നോൺ ഗ്രാറ്റുവിറ്റസ് ബെയിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായി റിവാർഡ് ഉണ്ട്, രണ്ടു പേർക്കും ബെനിഫിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ബെയിലർ എല്ലായ്പ്പോഴും ഗുഡ്സ് നൽകേണ്ടത് ഫിറ്റ് കണ്ടീഷനിലായിരിക്കണം. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആ ഗുഡ്സ് നൽകുമ്പോൾ പെർഫെക്റ്റ് കണ്ടീഷനിലായിരിക്കണം നൽകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി പറയണം എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്നുള്ളത്. അങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ കോൺസിക്വൻസും ഈ ബെയിലർ ഫേസ് ചെയ്യേണ്ടതായി വരും. വെറും നഷ്ടം മാത്രം കൊടുത്താൽ പോരാ, അവിടെ എന്തെല്ലാം കോൺസിക്വൻസ് ആണോ ഉണ്ടാകുന്നത് അത് മുഴുവൻ ബെയിലർ പരിഹരിച്ച് നൽകേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കെമിക്കൽസ് ബോംബെയിലേക്ക് അയക്കാൻ വേണ്ടി നമ്മളൊരു ട്രേഡറെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആ കെമിക്കൽസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനുള്ളിൽ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബേസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് നമ്മൾക്കറിയാം, ബെയിലർക്ക് അറിയാം. പക്ഷേ ബെയിലർ അത് ആരോട് പറയുന്നില്ല, ബെയിലിയോട് പറയുന്നില്ല. നോൺ ഗ്രാറ്റുവിറ്റസ് ആണ്, രണ്ടു പേർക്കും ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ ആ കേസിൽ ബെയിലിക്ക് ഇത് അറിയില്ല. അവർ സാധാരണ കൊണ്ടുപോകുന്നത് പോലെ, സാധാ കാർഗോ കൊണ്ടുപോകുന്നത് പോലെ ഇത് കൊണ്ടുപോയി വഴിയിൽ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ് ഇറ്റ് ബേസ്റ്റ്, അത് സ്ഫോടനം സംഭവിച്ചു, അദ്ദേഹത്തിന് പരിക്ക് പറ്റി, അദ്ദേഹത്തിൻ്റെ വേറെ ആ വണ്ടിയിലുണ്ടായിരുന്ന മറ്റു ഗുഡ്സിനും ഡാമേജ് ഉണ്ടായി എന്ന് വിചാരിക്കാം. നമ്മുടെ ബെയിലർ അതെല്ലാം പരിഹരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം അവിടെ നോൺ ഗ്രാറ്റുവിറ്റസ് ബെയിൽമെൻ്റ് ആണ്. ദെൻ രണ്ടാമത്തെ കേസ് വരുന്നത് ടു ബിയർ എക്സ്പെൻസസ്. ഒരു ബെയിൽമെൻറ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഗുഡ്സിന് വരുന്ന ന്യായമായ ചെലവുകൾ നമ്മളുടെ ബെയിലറാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നോൺ ഗ്രാറ്റുവിറ്റസ് ആണെങ്കിലും ഗ്രാറ്റുവിറ്റസ് ആണെങ്കിലും അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഗ്രാറ്റുവിറ്റസ് ബെയിൽമെൻ്റ് ആണെങ്കിൽ നോർമലി എന്താണോ എക്സ്പെൻസ് വരുന്നത് അത് മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അയാൾ പേയ്മെൻറ്റ് വാങ്ങുന്നില്ല, ടൈലർ നമ്മുടെ നിന്ന് പേയ്മെൻറ്റ് വാങ്ങുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ട എന്തെങ്കിലും ആക്സസറീസോ അല്ലെങ്കിൽ നോർമലി അതിന് വരുന്ന ചിലവ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. എക്സ്ട്രാ അയാൾക്കുള്ള സർവീസ് ഒന്നും നമ്മൾ നൽകേണ്ട ആവശ്യമില്ല. അതേസമയം നോൺ ഗ്രാറ്റുവിറ്റസ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ബെയിൽമെൻ്റ് ആണെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് വരികയാണെങ്കിൽ അത് നമ്മൾ കൊടുക്കണം. നോർമൽ എക്സ്പെൻസ് കൊടുക്കണ്ട. ഇപ്പം നമ്മൾ തുന്നൽ കടയിൽ കൊണ്ടുപോയി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണ്, ബട്ടൺസ് നൂലൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അത് അവർ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതിനുള്ള സ്റ്റിച്ചിങ് ചാർജ് നമ്മളുടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നോൺ ഗ്രാറ്റുവിറ്റസ് ആണ് അവിടെ. അപ്പോൾ നോർമൽ കേസിലുള്ള പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ട. പകരം എക്സ്ട്രാ ഓർഡിനറി നമ്മുടെ ബ്ലൗസിൽ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആക്സസറീസ് വെക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ അത് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ എക്സ്ട്രാ ഓർഡിനറിക്കുള്ള പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഗ്രാറ്റുവിറ്റസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കയ്യിലാണ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അവർ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻ്റ് ഒന്നും വാങ്ങുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ആ ബ്ലൗസിന് മാച്ച് ചെയ്യുന്ന നൂലോ എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. കാരണം അവരെന്ത് ചെയ്യുന്നില്ല, അതിന് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നില്ല. അപ്പോൾ ഗ്രാറ്റുവിറ്റസ് ആണെങ്കിൽ ഓർഡിനറി എക്സ്പെൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നോൺ ഗ്രാറ്റുവിറ്റസ് ആണെങ്കിൽ ഓർഡിനറി എക്സ്പെൻസ് നൽകേണ്ട, പകരം എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് മാത്രം നൽകേണ്ട ഡ്യൂട്ടിയാണ് ബെയിലർക്കുള്ളത്. ദെൻ മൂന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു ഇൻഡംനിഫൈ ദ ബെയിലി. നമ്മളുടെ ബെയിൽമെൻറ്റ് കാരണം ബെയിലിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അത് ഇൻഡംനിഫൈ ചെയ്തു കൊടുക്കണം, നമ്മൾ നഷ്ടപരിഹാരം നൽകേണ്ടതായി വരും. അപ്പോൾ ഇൻഡംനിഫൈ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം അവരവരുടെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴോ എന്തെങ്കിലും ബെയിലിക്ക് ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എയും ബിയും രണ്ട് ഫ്രണ്ട്സാണ്. ബി എയോട് വന്നിട്ട് 1 മണിക്കൂർ നിൻ്റെ സൈക്കിൾ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ബിയുടെ വിചാരം ഇത് എയുടെ സൈക്കിളാണ് എന്നാണ്. എ ഒരു സൈക്കിൾ അയാൾക്ക് കൊടുത്തു, 1 അവർ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ബി ഈ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ
പോലീസ് വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യാണ്. കാരണം സൈക്കിളിൻ്റെ ഒറിജിനൽ ഓണർ സി ആണ്. സിയുടെ സൈക്കിളാണ് എ എടുത്തു കൊടുത്തത്. സിക്ക് അറിയില്ല എ ഈ സൈക്കിൾ ബിക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് സിക്ക് അറിയില്ല. അപ്പോൾ സി പോലീസിനോട് പറഞ്ഞു എൻ്റെ വണ്ടിയാണ് ആ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. പോലീസ് ഇയാളെ വന്ന് വണ്ടി മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ബിക്ക് വരുന്ന എല്ലാ ചെലവും ഏറ്റെടുക്കേണ്ടത് എ ആണ്. കാരണം എ ആണ് ആ സൈക്കിൾ ബിക്ക് നൽകിയത്. അപ്പോൾ എയുടെ അശ്രദ്ധ മൂലം ഇത് സിയുടേതാണെന്ന് ബിയോടും പറഞ്ഞില്ല, ബിക്ക് സിയുടെ സൈക്കിൾ കൊടുക്കുന്നുണ്ടെന്ന് സിയോടും പറഞ്ഞില്ല. അപ്പോൾ സിയും ബിയും ഇതിൽ നിരപരാധികളാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ വരുന്ന എല്ലാ ചെലവുകളും ഇൻഡംനിഫൈ ചെയ്യേണ്ടത് ബെയിലറുടെ ഡ്യൂട്ടിയാണ്. ദെൻ അടുത്തത് എന്താ? ഡ്യൂട്ടി ടു ബെയർ റിസ്ക്. ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് നമ്മൾ നൽകിയ ഗുഡ്സിന് എന്തെങ്കിലും റിസ്ക് ഓഫ് ലോസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ അതിന് ഡിറ്റീരിയോറേഷനോ ഡിസ്ട്രക്ഷനോ ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ബെയിലി എല്ലാ ശ്രദ്ധയും എടുത്തതിന് ശേഷവും ആ ഗുഡ്സ് കാരണം ബെയിലിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയോ അല്ലെങ്കിൽ ആ ഗുഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് ഒക്കെ ആരെ ഏറ്റെടുക്കണം? ബെയിലർ ഏറ്റെടുക്കണം. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡയമണ്ട് റിങ് ഉണ്ടാക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ബെയിലി നന്നായി ശ്രദ്ധിച്ച് ചെയ്തിട്ടും ഇവർക്ക് തന്നെ അറിയാം, കൊടുക്കുമ്പോഴേ അറിയാം അത് ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബെയിലി നല്ല കെയറോട് കൂടി ചെയ്തിട്ടും അത് പൊട്ടിപ്പോയി എന്ന് വിചാരിക്കാം. ആ റിസ്ക് ബെയിലറുടെയാണ്, ബെയിലിയുടെ അല്ല. ദെൻ ലാസ്റ്റിൽ വരുന്നത് ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്. എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയാണ് ബെയിലർ ഗുഡ്സ് ബെയിലിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, കാര്യം കഴിഞ്ഞാൽ, ആ പറഞ്ഞ സമയം കഴിയുമ്പോൾ അത് നമ്മൾ തിരിച്ചു വാങ്ങിക്കണം. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് തുന്നിത്തരാമെന്ന് പറഞ്ഞു, ഒരാഴ്ചയായി അയാൾ നമ്മളോട് പറഞ്ഞു സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ പോയി വാങ്ങിച്ചില്ല എന്ന് വിചാരിക്കാം. ബെയിലിയുടെ ഉത്തരവാദിത്തം അവിടെ കഴിഞ്ഞു, അദ്ദേഹം പറയുകയും ചെയ്തു. പിന്നീട് പറഞ്ഞ സമയവും കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ആ കടയിൽ നിന്ന് ആ ഗുഡ്സ് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അതിൻ്റെ നഷ്ടം ബെയിലർ സഹിക്കണം. കാരണം കൃത്യമായ സമയത്ത്, പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഗുഡ്സ് തിരിച്ചു വാങ്ങിക്കണം. അതിന് അധികമായിട്ട്, അതായത് പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടും ബെയിലി ആ ഗുഡ്സ് സൂക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ, ബെയിലിക്ക് എന്തെങ്കിലും എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡോഗിനെ ഒരാഴ്ച തൊട്ട് അയൽപ്പക്കത്ത് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഒരാഴ്ചയ്ക്കുള്ള അതിൻ്റെ ഫുഡും നമ്മൾ അവർക്ക് നൽകിയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞു, ആ 3 ദിവസം നമ്മൾ തിരിച്ചു വന്നില്ല. ആ 3 ദിവസം അവർക്ക് 500 രൂപ ഈ ഡോഗിൻ്റെ ഫുഡിന് വേണ്ടി ചിലവായി എന്ന് വിചാരിക്കാം. ആ 500 രൂപ എപ്പോഴാണ് നമ്മൾ ഈ ഡോഗിനെ 3 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വാങ്ങുന്നതെങ്കിൽ ആ എക്സ്ട്രാ 3 ദിവസത്തിൻ്റെ ഫുഡ് ചിലവ് നമ്മൾ കൊടുക്കണം. കാരണം നമ്മൾ ഒരാഴ്ചയ്ക്കേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ ഉടനെ അത് തിരിച്ചു വാങ്ങേണ്ടത് ബെയിലറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ കൃത്യസമയത്ത് ഗുഡ്സ് തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളത് ബെയിലറുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ബെയിലിക്ക് എന്തെങ്കിലും എക്സ്ട്രാ പേയ്മെൻറ്റുകൾ, എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് ബെയിലർ തിരിച്ചു നൽകേണ്ടതായി വരും. ഇനി അടുത്തതായി വരുന്നത് ഡ്യൂട്ടീസ് ഓഫ് ബെയിലിയാണ്. ബെയിലിക്ക് എന്തൊക്കെ കടമകളാണ് ഉള്ളത്? ഗുഡ്സ് വാങ്ങിക്കുക, എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടാവുമല്ലോ വാങ്ങുന്നത്. അപ്പോൾ അവിടെ ഇദ്ദേഹം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വാങ്ങുന്ന ആൾ ഏറ്റവും ആദ്യമായി പറയുന്നത് എന്താ? ടു ടേക്ക് റീസണബിൾ കെയർ. നമ്മൾ വാങ്ങിക്കുന്ന ആ ഗുഡ്സ് നന്നായി ശ്രദ്ധിക്കണം. അതായത് ഗ്രാറ്റുവിറ്റസും നോൺ ഗ്രാറ്റുവിറ്റസും 2 തരത്തിൽ വരും കേട്ടോ. അത് ഗ്രാറ്റുവിറ്റസ് എന്ന് പറയുമ്പോൾ ബെയിലി പേയ്മെൻ്റ് ഒന്നും വാങ്ങാതെ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കൂടി വേറൊരാൾ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു തരുന്ന ഒരു വസ്തു നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയാൾ എങ്ങോട്ടെങ്കിലും 2 ദിവസം ടൂർ പോവാണ്. അപ്പോൾ അവരുടെ വീട്ടിലത്തെ പശുവിനെ നമ്മളെ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അതിനെ സാധാരണ ഒരു വ്യക്തി എങ്ങനെയാണോ അതിനെ സംരക്ഷിക്കുന്നത് അതേപോലെ നോൺ ഗ്രാറ്റുവിറ്റസ് ആണ് കേട്ടോ, പേയ്മെൻ്റ് ഇല്ലാത്ത, നോ കൺസിഡറേഷൻ ആണ്. നമ്മൾ സാധാരണ പോലെ അതിനെ വീടിൻ്റെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് അതിന് വേണ്ട ഫുഡൊക്കെ കൊടുത്ത് കള്ളന്മാർ കൊണ്ടുപോകാത്ത രീതിയിൽ ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് നല്ല സുരക്ഷിതമായി സംരക്ഷിക്കണം. എന്നാൽ നോൺ ഗ്രാറ്റുവിറ്റസ് അല്ല, അതായത് നമ്മൾ ഗ്രാറ്റുവിറ്റസിൻ്റെ കേസാണ് ആദ്യം പറഞ്ഞത്. നോൺ ഗ്രാറ്റുവിറ്റസ് ആണെങ്കിൽ, നമ്മൾ പേയ്മെൻറ്റ് വാങ്ങി നോക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രാ കെയർ എടുക്കണം. റീസണബിൾ കെയർ എന്നതിലുപരിയായി എങ്ങനെയാണോ ബെയിലർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ നല്ല ശ്രദ്ധയിൽ നോക്കേണ്ടതായി വരും. അതല്ല നമ്മുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ അതിൻ്റെ നഷ്ടപരിഹാരം ബെയിലർക്ക് കൊടുക്കേണ്ടി വരും. ഗ്രാറ്റുവിറ്റസിൽ നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി നോക്കിയിട്ടും ഏതെങ്കിലും തരത്തിൽ അതിന് നാശം സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ കുറ്റമല്ല, ബെയിലർ അത് അഡ്മിറ്റ് ചെയ്യേണ്ടതായി വരും. ദെൻ
അപ്പോൾ റീസണബിൾ കെയർ എന്തായാലും എടുത്തിരിക്കണം. രണ്ടാമതായി പറയുന്നത് നോട്ട് ടു മേക്ക് എനി അൺഓതറൈസ്ഡ് യൂസ്. എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ച ഗുഡ്സ് നമ്മൾ അതോറിറ്റി ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാറ് നമ്മൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തു. റിപ്പയർ ചെയ്തിട്ട് 5 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. 4ാമത്തെ ദിവസം നമ്മൾ ടൗണിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാറിൽ അയാളും അയാളുടെ ഫാമിലിയും കൂടെ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കാം. നമ്മൾക്ക് അതിനെതിരെ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ കോമ്പൻസേഷന് വേണ്ടിയിട്ടൊക്കെ ആവശ്യപ്പെടാം. കാരണം നമ്മളത് റിപ്പയറിങ്ങിനാണ് കൊടുത്തത്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള അതോറിറ്റി നമ്മൾ നൽകിയിട്ടില്ല. അപ്പോൾ അൺഓതറൈസ്ഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ലയബിളാണ്. ബെയിലി ലയബിളാണ്. മൂന്നാമതായി പറയുന്നത് നോട്ട് ടു മിക്സ് ബെയിലേഴ്സ് ഗുഡ്സ് വിത്ത് ഹിസ് ഓൺ ഗുഡ്സ്. നമ്മൾക്ക് ബെയിൽമെൻറ്റിന് വേണ്ടി ബെയിലർ തന്ന ഗുഡ്സും ബെയിലിയുടെ സ്വന്തം ഗുഡ്സും തമ്മിൽ മിക്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെയിലർക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അയാളുടെ ഗുഡ്സ് മാത്രം വേർതിരിച്ചെടുത്ത് കൊടുക്കേണ്ടത് ബെയിലിയുടെ കടമയാണ്. അത് വേർതിരിക്കാൻ വേണ്ടി അയാൾക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അയാൾ സഹിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോതമ്പ്, ഒരു 100 ചാക്ക് ഗോതമ്പ് ബെയിലിക്ക് നൽകി. അയാൾ നൽകിയ ചാക്കുകളുടെ പുറത്ത് അയാളുടെ സീലുണ്ട്. ബെയിലിയുടെ 100 ചാക്ക് അവിടെ ഓൾറെഡി ഗോഡൗണിലുണ്ട്, അതിൻ്റെ പുറത്ത് ബെയിലിയുടെ സീലും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഗോഡൗണിൽ കീപ്പ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. ആ ബെയിലർ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അയാൾ നൽകിയ 100 ചാക്കുകൾ വേർതിരിച്ച് എടുത്തു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു എംപ്ലോയിയെ നമ്മളൊരു 1000 രൂപ കൊടുത്ത് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബെയിലി കൊടുക്കണം. ബെയിലർ അല്ല, ബെയിലി കൊടുക്കണം. കാരണം ഗുഡ്സ് മിക്സ് ചെയ്തത് ബെയിലിയാണ്. അപ്പോൾ ഒരിക്കലും പേഴ്സണൽ ഗുഡ്സുമായിട്ട് ബെയിൽഡ് ഗുഡ്സ് മിക്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അതിൻ്റെ സെപ്പറേഷന് വേണ്ടി നമ്മൾക്ക് വരുന്ന ചിലവ് നമ്മൾ തന്നെ മീറ്റ് ചെയ്യണം, ബെയിലി തന്നെ മീറ്റ് ചെയ്യേണ്ടതായി വരും. സെക്ഷൻ 157 സെക്ഷൻ 155 അതിൻ്റെ പ്രൊവിഷൻസ് പറയുന്നത്. ദെൻ നോട്ട് ടു സെറ്റപ്പ് അഡ്വേഴ്സ് ടൈറ്റിൽ. ഒരിക്കലും നമ്മൾക്ക് ബെയിൽമെൻറ്റിന് തന്നിട്ടുള്ള ഗുഡ്സിന് ബെയിലി ഉടമസ്ഥാവകാശം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. തേർഡ് പാർട്ടിക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ടാക്കാൻ വേണ്ടിയും ബെയിലി ശ്രമിക്കരുത്. അത് ബെയിലറുടെ ഗുഡ്സാണ്, ഓണർഷിപ്പ് അദ്ദേഹത്തിൻ്റേതാണ്. അഡ്വേഴ്സ് ടൈറ്റിൽ ഉണ്ടാക്കാൻ വിശ്വാസവഞ്ചന ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദെൻ അടുത്തതായി പറയുന്നത് എന്താ? ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഗുഡ്സ്. പറഞ്ഞ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ സമയം കഴിയുന്ന സമയത്തേക്ക് ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് ഗുഡ്സ് തിരിച്ചു കൊടുക്കണം. അതിപ്പോൾ ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെൻ്റ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ പ്രതിഫലമൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ ഒരാഴ്ച എൻ്റെ ഡോഗിനെ സൂക്ഷിക്കുമോ എന്ന് നമ്മൾ അയൽക്കാരനോട് ചോദിച്ച് ഡോഗിനെ അവിടെ കൊടുത്തുപോയി. നമ്മൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ബെയിലർക്ക് എപ്പോൾ വേണമെങ്കിൽ ആ ഗുഡ്സ് തിരിച്ചെടുക്കാം. ഒരാഴ്ച തന്നെ കഴിഞ്ഞേ തിരിച്ചു വാങ്ങൂ എന്നൊന്നും ബെയിലിക്ക് പറയാൻ പറ്റില്ല. ബെയിലർ 3 ദിവസം കഴിഞ്ഞു അത് തിരിച്ചു കൊടുക്കാം. ഗ്രാറ്റ്യൂട്ടസിൽ. നോൺ ഗ്രാറ്റ്യൂട്ടസിൽ അങ്ങനെയല്ല. സ്പെസിഫിക് പീരിയഡ് ബെയിലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പെസിഫിക് പീരിയഡ് കഴിഞ്ഞ ഉടനെ അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ബെയിലിക്കുണ്ട്. അതല്ല, ബെയിലർ വന്ന് ചോദിച്ചിട്ടും ബെയിലിക്ക് അത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എക്സ്ട്രാ ഇവർ കൈവശം വയ്ക്കുന്നതിന് ബെയിലർ എന്തെങ്കിലും കോമ്പൻസേഷൻ ചോദിച്ചാൽ ഇവർ കൊടുക്കേണ്ടി വരും. അതല്ല, അതിന് വേണ്ടി വരുന്ന എക്സ്ട്രാ ചെലവ് നമ്മളുടെ ബെയിലി സഹിക്കേണ്ടി വരും. അപ്പോൾ ബെയിലിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നെഗ്ലിജൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ബെയിലി ഉത്തരവാദിയാണ്. അതല്ല, നെഗ്ലിജൻസ് ഇല്ല എങ്കിൽ ബെയിലിക്ക് പ്രോപ്പർ ലയബിലിറ്റി ഇല്ല. ഇപ്പോൾ 10 ദിവസം എന്ന് പറഞ്ഞു. ആ 10 ദിവസം ബെയിലി നല്ല സുരക്ഷിതമായി കൃത്യമായ ശ്രദ്ധയോടെയാണ് സൂക്ഷിച്ചത്. അപ്പോൾ എന്തെങ്കിലും അപ്രതീക്ഷിതമായ നഷ്ടം വന്നാൽ ബെയിലിയുടെ പ്രശ്നമല്ല. അതേസമയം 10 ദിവസം ഇപ്പോൾ ഒരു ബുക്ക് ബൈൻഡിങ് കടയിലാണ്, 4 ദിവസം കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. 4ാമത്തെ ദിവസം നമ്മൾ ചെന്ന് ചോദിച്ചു, അവർ ബൈൻഡ് ചെയ്ത് തന്നില്ല. 5ാമത്തെ ദിവസം ചോദിച്ചു, നാളെ തരാമെന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ചു പോയി. 5ാമത്തെ ദിവസം രാത്രി അവരുടെ കടയിൽ വെച്ച് അതെല്ലാം കത്തിപ്പോയി എന്ന് വിചാരിക്കാം. ഫുൾ നഷ്ടപരിഹാരം അവർ നമ്മൾക്ക് തരണം. കാരണം പറഞ്ഞതിലും കൂടുതൽ സമയം അവർ കൈവശം വെച്ചാൽ. അപ്പോൾ കൃത്യമായ സമയത്ത് കാര്യം നടത്തി തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ബെയിലിക്കുണ്ട്. ദെൻ ലാസ്റ്റിൽ പറയുന്നത് ഡ്യൂട്ടി ടു റിട്ടേൺ അക്രീഷൻ ടു ദ ഗുഡ്സ്. ബെയിൽമെൻറ്റിൽ ബെയിലിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുവിന് എന്തെങ്കിലും അക്രീഷൻ ഉണ്ടാവുകയാണെങ്കിൽ, സൂക്ഷിക്കാനല്ല, എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയായിരിക്കും ഇവരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടാവുക.
അപ്പോൾ ആ നൽകിയ ഗുഡ്സിൽ എന്തെങ്കിലും ഒരു അക്രീഷൻ ഉണ്ടായാൽ അത് ബെയിലർക്ക് അവകാശപ്പെട്ടതാണ്, നമ്മൾ ബെയിലർക്ക് തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ആൾ അയാളുടെ റിലേറ്റീവിൻ്റെ മാരേജിന് പോവുകയാണ്. അപ്പോൾ 3 ദിവസം വീട്ടിലുണ്ടാവില്ല. എ തൻ്റെ ഗർഭിണിയായ പശുവിനെ അയൽവക്കക്കാരനായ ബിയെ ഏൽപ്പിച്ചു. ഇവർ പോയതിൻ്റെ പിറ്റേ ദിവസം പശു പ്രസവിച്ചു. അപ്പോൾ ഒരു പശുവിനെയാണ് ഏൽപ്പിച്ചത്, പക്ഷേ തിരിച്ചു വരുമ്പോഴേക്കും പശുവിൻ്റെ കുട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇവർ തിരിച്ചു വരുമ്പോൾ ആ പശുവിനെയും പശുവിൻ്റെ കുട്ടിയെയും തിരിച്ചു നൽകേണ്ടത് ബെയിലിയുടെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്രയും റെസ്പോൺസിബിലിറ്റി, ഇത്രയും ഡ്യൂട്ടീസാണ് ബെയിലിക്കുള്ളത്. അപ്പോൾ ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത് വെറുതെ നമ്മൾ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെങ്കിൽ കൂടി ബെയിലർക്കും ബെയിലിക്കും അതിൽ കൃത്യമായ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാനുണ്ട്. ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലിക്ക് ശേഷം നമ്മൾ നോക്കുന്നത് റൈറ്റ്സ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലിയാണ്. അപ്പോൾ ഏതൊരു കോൺട്രാക്റ്റിലും നമ്മൾക്ക് കുറേ കടമകൾ ചുമത്തി തരുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരുപാട് അവകാശങ്ങളും ആ കോൺട്രാക്റ്റ് നൽകുന്നുണ്ടാവും. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിൽ ബെയിലിക്കും ബെയിലർക്കും ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായി വരുന്നത് റൈറ്റ്സ് ഓഫ് ബെയിലർ. ആരാണോ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഈ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അദ്ദേഹത്തിനുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഓഫ് ബെയിലീസ് ഡ്യൂട്ടീസ്. നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റിൽ ബെയിലറും ബെയിലിയും എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്റ്റ് അനുസരിച്ച് ബെയിലിക്ക് എന്തൊക്കെ ചുമതലകളാണോ ഉള്ളത് അത് കൃത്യമായി നിർവഹിക്കുന്നില്ലേ എന്ന് നോക്കാനുള്ള അവകാശം ബെയിലർക്കുണ്ട്. അല്ലെങ്കിൽ അത് ആവശ്യപ്പെടാം. അദ്ദേഹം ബെയിലി ചെയ്യേണ്ട ഡ്യൂട്ടികൾ കൃത്യമായും ചെയ്യണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും അക്രീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള അവകാശം ബെയിലർക്കുണ്ട്. അത് ബെയിലി കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അത് നിയമപ്രകാരം ഇദ്ദേഹത്തിന് അതിനുവേണ്ടി ഡിമാൻഡ് ചെയ്യാം. അപ്പൊ ബെയിലിയുടെ ഡ്യൂട്ടീസ് കൃത്യമായി എൻഫോഴ്സ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ദെൻ റൈറ്റ് ടു ക്ലെയിം ഡാമേജസ്. സെക്ഷൻ 151 പ്രകാരം ഈ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് കാരണം എന്തെങ്കിലും ബെയിലിയുടെ അശ്രദ്ധ മൂലമോ ഒക്കെ ബെയിലർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ, അതായത് ബെയിലർ നൽകിയ ഗുഡ്സ് ബെയിലി നന്നായി ശ്രദ്ധിക്കാത്തത് കാരണം ആ ഗുഡ്സ് നശിച്ചുപോയി എന്ന് വിചാരിക്കാം. അപ്പൊ അതിനുവേണ്ടി ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ബെയിലർക്കുണ്ട്. ദെൻ റൈറ്റ് ടു അവോയ്ഡ് കോൺട്രാക്ട്. സെക്ഷൻ 153 പ്രകാരം എപ്പോൾ വേണമെങ്കിലും ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് അവോയ്ഡ് ചെയ്യാനുള്ള അവകാശം ബെയിലർക്കുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കാറ് ബിക്ക് റിപ്പയറിന് വേണ്ടി കൊടുത്തു. അതേപോലെ തന്നെ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ എന്നും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ ബി ആ കാറ് ടാക്സി ആയിട്ട് ഓടാൻ വേണ്ടി വേറൊരാൾക്ക് കൊടുത്തു, എന്നിട്ട് അതിന്റെ വാടക അയാൾ വാങ്ങിക്കാണ്. അത് എയുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാൻ കൊടുത്ത ആ ബെയിൽമെന്റ് കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാനുള്ള അവകാശം ബെയിലർക്കുണ്ട്. ദെൻ റൈറ്റ് ടു ക്ലെയിം കോമ്പൻസേഷൻ. എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം നമ്മൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടത്തിന് നഷ്ടപരിഹാരം വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. കാരണം ഇവിടെ ബെയിലിയുടെ അശ്രദ്ധ കാരണമായിരിക്കും. ബെയിലി ചിലപ്പോൾ നമ്മുടെ ഗുഡ്സും അദ്ദേഹത്തിന്റെ ഗുഡ്സും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ സെക്ഷൻ 154, 55 ആൻഡ് 56 ഈ 3 എണ്ണത്തിലും കൂടെ ആണ് പറയുന്നത്. അതായത് മിക്സ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന നമ്മൾക്കുള്ള നഷ്ടം, നമ്മൾക്ക് എന്തെങ്കിലും കാലതാമസം, ആ ഗുഡ്സ് കിട്ടിയിട്ട് വേണം വേറെ എന്തെങ്കിലും പ്രോസസ്സ് തുടങ്ങാൻ, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബെയിലർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. ദെൻ റൈറ്റ് ടു ഡിമാൻഡ് റിട്ടേൺ ഓഫ് ഗുഡ്സ്. നമ്മൾ കൃത്യമായി ഒരു ആവശ്യത്തിന് വേണ്ടി നൽകിയ ഗുഡ്സ് ആണെങ്കിൽ അത് തിരിച്ചു വാങ്ങാനുള്ള അവകാശം. ഇപ്പോൾ ഗ്രാറ്റ്യൂട്ടസ് ആണെന്ന് വിചാരിക്കാം, അത് എപ്പോൾ വേണമെങ്കിൽ, ഇപ്പോൾ ഒരു സ്പെസിഫിക് പീരിയഡിനാണ് ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെന്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എങ്കിലും ആ പീരിയഡ് ആകുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനു മുൻപ് എപ്പോൾ വേണമെങ്കിലും ബെയിലർക്ക് ആ ഗുഡ്സ് റിട്ടേൺ ആയിട്ട് ആവശ്യപ്പെടാം അല്ലെങ്കിൽ റിസീവ് ബാക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, അവിടെ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നില്ല കേട്ടോ, അതാണ് പ്രത്യേകത. ഇപ്പൊ നമ്മുടെ ഡോഗിനെ ഒരാഴ്ച എന്ന് പറഞ്ഞ് തൊട്ടയൽപ്പക്കത്തെ ഏൽപ്പിച്ചു, പക്ഷെ 3-ാമത്തെ ദിവസം തന്നെ നമ്മൾ തിരിച്ചു വന്നു, നമ്മൾ അതിനെ തിരിച്ച് 3-ാമത്തെ ദിവസം തന്നെ വാങ്ങിക്കുന്നു. അപ്പോൾ ഗ്രാറ്റ്യൂട്ടസ് ആണെങ്കിൽ ആ സ്പെസിഫിക് പീരിയഡ് കഴിയുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും ബെയിലർക്ക് ആ ഗുഡ്സ് റിസീവ് ചെയ്യാം. ഇനി നോൺ ഗ്രാറ്റ്യൂട്ടസ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയാണ് ഏൽപ്പിക്കുന്നത്, അതിന് കൃത്യമായി ചാർജും കൊടുക്കുന്നുണ്ട്.
ആ സ്പെസിഫിക് പീരിയഡ് കഴിഞ്ഞിട്ടും ഗുഡ്സ് ബെയിലി തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ നഷ്ടപരിഹാരം ചോദിക്കാം. കൃത്യമായി ആ സ്പെസിഫിക് പീരിയഡ് കഴിയുന്ന സമയത്ത് തന്നെ ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ബെയിലിയെ നിർബന്ധിക്കാം, കമ്പൽ ചെയ്യാനുള്ള അവകാശം ബെയിലർക്കുണ്ട്. അപ്പൊ ഇത്രയും അവകാശങ്ങൾ, 5 അവകാശങ്ങൾ ബെയിൽമെന്റ് കോൺട്രാക്റ്റില് ബെയിലർക്കുണ്ട്. ദെൻ ഇത് അവകാശങ്ങൾ ബെയിലർക്കുള്ളത് പോലെ തന്നെ ബെയിലിക്കുമുണ്ട്, കാരണം അവർ രണ്ടുപേരുമാണ് ആ കോൺട്രാക്റ്റിലെ പാർട്ടീസ്. ഏറ്റവും ആദ്യത്തെ അവകാശം എന്ന് പറയുന്നത് ക്ലെയിം ഡാമേജസ്. നമ്മൾ ഈ പ്രോഡക്റ്റിന്റെ ഡിഫക്റ്റീവിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളെ കുറിച്ചോ ബെയിലിയോട് തുറന്നു പറയാത്തത് കാരണം ബെയിലിക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അതിന് പേയ്മെന്റ് വാങ്ങിക്കാനുള്ള അവകാശം സെക്ഷൻ 150-ല്, അതായത് എന്തെങ്കിലും എൻജുറിയോ എന്തെങ്കിലും രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു വാങ്ങിക്കാനുള്ള അവകാശം ബെയിലിക്കുണ്ട്, ഡാമേജ് റിസീവ് ചെയ്യാൻ. ദെൻ രണ്ടാമതായിട്ട് ക്ലെയിം റീഇംബേഴ്സ്മെന്റ്. എക്സ്പെൻസുകൾ, ബെയിൽമെന്റ് കോൺട്രാക്റ്റിലെ എന്തെങ്കിലും എക്സ്പെൻസുകൾ ബെയിലിക്ക് നേരിടേണ്ടി വന്നാൽ അത് തിരിച്ചു വാങ്ങിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാറ്റുവിറ്റസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വേണ്ട ബട്ടൺസോ നൂലോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നു, കാരണം അവർ സ്റ്റിച്ച് ചെയ്യാനുള്ള പൈസ വാങ്ങുന്നില്ല. അപ്പൊ ആ സ്റ്റിച്ചിങ്ങിന് വേണ്ടി അഡീഷണൽ ആയി വരുന്ന അവരുടെ ചാർജ് അല്ലാതെ വേറെ എന്തെങ്കിലും നോർമൽ എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ അത് ബെയിലർ കൊടുക്കണം. അതേപോലെ നോൺ ഗ്രാറ്റുവിറ്റസ് ആണെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ചാർജുകൾ വരുമ്പോൾ, നോർമൽ ചാർജ് ബെയിലി സഹിക്കും, എക്സ്ട്രാ ചാർജുകൾ വരികയാണെങ്കിൽ അത് കൊടുക്കാൻ ബെയിലർ ബാധ്യസ്ഥരാണ്. അപ്പൊ അത് വാങ്ങാനുള്ള അവകാശം ബെയിലിക്കുണ്ട്. ദെൻ ടു റിക്കവർ ലോസ്. എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി നന്നായി ആ പ്രോഡക്റ്റ് ശ്രദ്ധിക്കുകയും എങ്ങനെയെല്ലാം ചെയ്തിട്ടും ബെയിലർക്ക് അതിൽ ഉടമസ്ഥാവകാശം കറക്റ്റ് ടൈറ്റിൽ ഇല്ല എന്ന് വിചാരിക്കാം. ആ കാരണം കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം നികത്തി തരാൻ ആര് ബാധ്യസ്ഥനാണ്? നമ്മളുടെ ബെയിലർ ബാധ്യസ്ഥനാണ്. കാരണം ബെയിലർ വാസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു മേക്ക് ദ ബെയിൽമെന്റ് നടത്താനുള്ള അവകാശം ബെയിലർക്ക് ഇല്ല. എന്നിട്ട് അദ്ദേഹം ആ ബെയിൽമെന്റ് നടത്തുകയാണ്. അപ്പൊ അതിലൂടെ ബെയിലിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം തിരിച്ചു പിടിക്കാനുള്ള അവകാശം ബെയിലിക്കുണ്ട്. ദെൻ നാലാമതായി പറയുന്നത് ടു ഡെലിവർ ഗുഡ്സ് ടു എനി വൺ ഓഫ് ദ ബെയിലർ ഇഫ് ദർ ആർ ജോയിന്റ് ബെയിലേഴ്സ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ബെയിൽമെന്റിൽ നമുക്ക് ഗുഡ്സ് കിട്ടി, ബെയിലിക്ക് കിട്ടി, അതിൽ ഒന്നിലധികം ജോയിന്റ് ഓണേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ അതിലത്തെ ഏതെങ്കിലും ഒരു ഓണർക്ക് മറ്റുള്ളവരുടെ സമ്മതത്തോടു കൂടി ഗുഡ്സ് തിരിച്ചു കൊടുക്കാനുള്ള അവകാശം ബെയിലിക്കുണ്ട്. സെക്ഷൻ 165-ലാണ് പറയുന്നത്. Then to return goods even if the owner has a defective title. നമ്മൾക്ക് ബെയിലർ ഗുഡ്സ് ഒരു പർപ്പസിന് വേണ്ടി കൊണ്ടുവന്ന് തന്നു, നമ്മൾ ആ പർപ്പസ് കഴിഞ്ഞു അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുത്തു. അല്ലാതെ അതിന്റെ യഥാർത്ഥ ഓണർ ആരാണെന്ന് ബെയിലിക്ക് അറിയില്ല. ചിലപ്പോൾ ഡിഫക്റ്റീവ് ടൈറ്റിലുള്ള ബെയിലർ ആയിരിക്കും നമ്മൾക്ക് ഗുഡ്സ് വന്ന് തന്നിട്ടുണ്ടാവാം, പക്ഷെ ആ ബെയിലർക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യാനുള്ള അവകാശമാണ് ബെയിലിക്കുള്ളത്. അതല്ലാതെ ആ യഥാർത്ഥ ഉടമസ്ഥനോടുള്ള കടമയൊന്നും നിറവേറ്റേണ്ട ആവശ്യം ബെയിലിക്കില്ല. കാരണം ബെയിലിക്ക് അതറിയില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി എന്ന് പറയുന്ന ഒരാളുടെ വർക്ക്ഷോപ്പില് എ തന്റെ കാറ് റിപ്പയറിന് വേണ്ടി കൊണ്ടുപോയി കൊടുക്കുകയാണ്. ബി അത് റിപ്പയർ ചെയ്തു, എക്ക് തന്നെ തിരിച്ചു കൊടുത്തു, അയാളുടെ ചാർജ് വാങ്ങിച്ചു. യഥാർത്ഥത്തിൽ എ അത് എവിടുന്നോ മോഷ്ടിച്ചുകൊണ്ട് വന്ന കാറാണെന്ന് വിചാരിക്കാം. ബെയിലിക്ക് അതിന്റെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, കാരണം ബെയിലിക്ക് ആ കാര്യം അറിയില്ല. അപ്പൊ റൈറ്റ് ടു റിട്ടേൺ ഗുഡ്സ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് റൈറ്റ് ഓഫ് ലീൻ ആണ്. ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ബ്രിങ് ഓർ റൈറ്റ് ടു ക്യാപ്ചർ ദ ഗുഡ്സ് ഓഫ് അതേഴ്സ്. അതായത് നമ്മൾക്ക് പിടിച്ചു വെക്കാനുള്ള അവകാശം, നമ്മൾ റീറ്റെയിൻ ചെയ്യാണ്. എന്തെങ്കിലും പ്രോപ്പർട്ടി നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു, മറ്റൊരാളുടെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടി അവരുടെ ഏതെങ്കിലും ഡിഫക്റ്റ് കാരണം നമ്മൾക്ക് നൽകാനുള്ള പേയ്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അത് പിടിച്ചു വെക്കാനുള്ള അവകാശത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. അവിടെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ട്. ആ ഗുഡ്സിന്റെ മുകളിൽ നമ്മൾ നമ്മളുടെ സ്കില്ലോ ലേബറോ ഉപയോഗിച്ചിട്ടുണ്ടാവണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നമ്മുടെ അടുത്ത് റിപ്പയറിങ്ങിന് കൊണ്ടുവന്ന് തന്നു, നമ്മൾ അത് റിപ്പയർ ചെയ്തു, ഒരു 2000 രൂപയ്ക്കുള്ള ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ കമ്പ്യൂട്ടർ ആ ചാർജ്, സർവീസ് ചാർജ് തന്നാൽ മാത്രം നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി. അതായത് നമ്മുടെ ഫീസ് കിട്ടിയാൽ മാത്രം തിരിച്ചു കൊടുക്കുക. അതുവരെ അത് കൈവശം വയ്ക്കാനുള്ള അവകാശം ബെയിലിക്കുണ്ട്. പക്ഷെ അവിടെ പ്രത്യേകത,
നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? അഡീഷണൽ ലേബറോ സ്കില്ലോ ആ വർക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ലീൻ രണ്ട് രീതിയിൽ വരാം, പർട്ടിക്കുലർ ലീനും ജനറൽ ലീനും. പർട്ടിക്കുലർ ലീൻ എന്ന് പറയുമ്പോൾ റൈറ്റ് ടു റീറ്റെയിൻ എ പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഓൺലി. ഇപ്പൊ നമ്മൾ ആ കമ്പ്യൂട്ടർ പിടിച്ചു വെക്കുന്നു, അല്ലാതെ ബാക്കിയുള്ള അസറ്റ്സ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഏതിലാണോ നമ്മൾക്ക് അവകാശമുള്ളത് ആ പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യുന്നു. എന്നാൽ ജനറൽ ലീൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ 171 171 സെക്ഷനിലാണ് ജനറൽ ലീനിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പെർമിറ്റ് ചെയ്യുന്ന ചില ബെയിലേഴ്സ് ഉണ്ട്, പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ബെയിലേഴ്സ്. അവർക്ക് മാത്രമാണ്, അതായത് നമ്മൾ ആ ഗുഡ്സ് ബെയിലർ ഒരു ബെയിലിക്ക് കൊടുക്കുകയാണ്, ആ ബെയിലർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ റൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ബെയിലീസിനാണ് ഇത് ഉപയോഗിക്കാനുള്ള അവകാശം എന്നുള്ളത് സെക്ഷൻ 171 പറയുന്നുണ്ട്. ഇപ്പൊ മെർക്കൻഡൈൽ ഏജൻസ് ഉണ്ടാവും, വാർഫ് ഏജൻസ്, അതുപോലെ തന്നെ ചില രീതിയിൽ കോൺട്രാക്ട് ബേസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഫാക്ടേഴ്സ്, ബാങ്കേഴ്സ്, വാർഫിംഗേഴ്സ്, അറ്റോർണീസ് ഓഫ് ഹൈക്കോർട്ട്, പോളിസി ബ്രോക്കേഴ്സ്, അങ്ങനെയുള്ള സ്പെഷ്യൽ ബെയിലീസിനാണ് ഇത് ഉപയോഗിക്കാനുള്ള അവകാശം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറെ ഗുഡ്സ് നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്ക് വേണ്ടി, എന്തെങ്കിലും ടൈറ്റില് പൊസിഷൻ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും, അവർക്ക് അതിന്റെ വിൽപ്പന നടത്താനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ ബെയിലർ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അവർക്ക് ആ മൊത്തം പ്രോഡക്ട്സും പിടിച്ചു വയ്ക്കാം. അങ്ങനെ മൊത്തത്തിൽ റീറ്റെയിൻ ചെയ്യാനുള്ള അവകാശമാണ് ജനറൽ ലീൻ. പർട്ടിക്കുലർ ലീൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഏത് പ്രോഡക്റ്റിലാണോ ഏത് ഗുഡ്സിലാണോ നമ്മൾ അഡീഷണൽ ലേബർ ആൻഡ് സ്കിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ലേബർ ആൻഡ് സ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാർജ് തിരിച്ചു വാങ്ങിക്കാനാണ് നമ്മൾക്ക് അവകാശം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പശുവിനെ അയൽപ്പക്കക്കാരനെ ഏൽപ്പിച്ചു പോയി, അപ്പോൾ അയാൾക്ക് അതിന് മീറ്റ് ചെയ്യാനുള്ള എല്ലാ വസ്തുക്കളും ഭക്ഷണമൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ് പോയതെങ്കിൽ അയാൾക്ക് പർട്ടിക്കുലർ ലീൻ ഇല്ല. എന്നാൽ ഒരു വെറ്റിനറി സർജന് അദ്ദേഹം ആ പശുവിനെ ചികിത്സിച്ചു, അദ്ദേഹത്തിന്റെ ഫീസ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ പശുവിനെ അവിടെ പിടിച്ചു വെക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്, കാരണം അവിടെ ലേബർ ആൻഡ് സ്കില്ല് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ലേബർ ആൻഡ് സ്കില്ല് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പർട്ടിക്കുലർ ലീൻ ഉപയോഗിക്കാൻ സെക്ഷൻ 171 അനുസരിച്ച് ജനറൽ ലീൻ ഉപയോഗിക്കാനും ബെയിലീസിന് കഴിയും. പർട്ടിക്കുലർ ലീനിലെ പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രം, ജനറൽ ലീനിലെ മൊത്തത്തിലുള്ള പ്രോഡക്റ്റ്. പിന്നെ ഇതിൽ വരുന്നത് ഒരു റോങ് ഡൂവറിന്റെ കേസ് വരുന്നുണ്ട്, സെക്ഷൻ 180 ആൻഡ് സെക്ഷൻ 181. അതില് ബെയിലർക്കും ബെയിലിക്കുമുള്ള ഒരു അവകാശമാണ്. റോങ് ഡൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും ആ ഗുഡ്സിന് അവകാശമില്ലാത്തൊരു വ്യക്തി ആ ഗുഡ്സ് പൊസസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് തിരിച്ചു വാങ്ങിക്കാനും നഷ്ടപരിഹാരം നേടാനുമുള്ള അവകാശമാണ് പറയുന്നത്. If a third person wrongfully deprives the bailee of the use of possession of the goods bailed or does them any injury, the bailee is entitled to use such remedies as the owner might have used. അതായത് ബെയിൽമെന്റില് നമ്മുടെ ഓണർക്കുള്ള അതേ അവകാശങ്ങൾ ബെയിലിക്ക് കിട്ടുന്നു. ബെയിൽമെന്റ് ഇല്ലെങ്കിൽ ഓണർക്ക് ഉണ്ടാവുന്ന അവകാശമില്ലേ? ഇപ്പൊ ബെയിലി, ഇപ്പൊ നമ്മുടെ കാർ ഷോപ്പില് 2-3 കാറ് റിപ്പയറിന് വന്നിട്ടുണ്ട്, ബെയിലി അറിയാതെ ഏതെങ്കിലും ഒരു മോഷ്ടാവ് അത് മോഷ്ടിച്ചുകൊണ്ട് പോയാൽ ബെയിലിക്ക് കേസ് കൊടുക്കാം. സ്വന്തം വസ്തുക്കൾ നഷ്ടപ്പെട്ടതുപോലെയാണ് അദ്ദേഹം കേസ് കൊടുക്കുന്നത്. അതിന് കിട്ടുന്ന നഷ്ടപരിഹാരം ബെയിലർക്കും ബെയിലിക്കും സെക്ഷൻ 181 റിലീഫിനെ കുറിച്ചാണ് പറയുന്നത്. എന്തെങ്കിലും റിലീഫ് കിട്ടുകയാണെങ്കിൽ ബെയിലിക്കും ബെയിലർക്കുമുള്ള അതിലെ ഇൻട്രസ്റ്റിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവർക്ക് ആ റിലീഫ് ഷെയർ ചെയ്തെടുക്കാം. അപ്പോൾ റോങ് ഡൂവറിനെതിരെയുള്ള റൈറ്റ്, അപ്പോൾ ബെയിലിക്ക് റൈറ്റ്സ് ഉണ്ട്, ബെയിലർക്ക് റൈറ്റ്സ് ഉണ്ട്. എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന ആൾക്കെതിരെ ഇവർക്ക് രണ്ടുപേർക്കും റൈറ്റ്സ് ഉണ്ട്. റൈറ്റ്സ് ഓഫ് ബെയിലർ, റൈറ്റ്സ് ഓഫ് ബെയിലി, then rights of bailer and bailee in case of wrongdoer. then അതിൽ വരുന്ന അടുത്തൊരു ടോപ്പിക് ആണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് അല്ലെങ്കിൽ ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി he finds some goods which not belongs to him. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു വസ്തു, അതായത് വിലപിടിപ്പുള്ള വസ്തു ആയിരിക്കാം, അദ്ദേഹത്തിൻ്റെതല്ലാത്ത ഒരു വസ്തു അദ്ദേഹത്തിന് കിട്ടുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അത് കാണുകയാണ്, അദ്ദേഹത്തിന്റെ പൊസഷനിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെയുള്ള വ്യക്തിയാണ് നമ്മൾ എന്ത് പറയുക, ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ
ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ആരുടെയോ ഉടമസ്ഥതയിലുള്ള അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയ വസ്തു ആർക്കാണോ കിട്ടുന്നത് ആ വ്യക്തിയാണ് നമ്മൾ ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ ആ ട്രൂ ഓണർ കഴിഞ്ഞാൽ ആ ഗുഡ്സിന്റെ എല്ലാ അവകാശവും ഈ ഫൈൻഡർക്കാണ്. ആക്ച്വലി ആ ഗുഡ്സിന് ഒരു ട്രൂ ഓണർ ഉണ്ട്, അതെന്തെങ്കിലും വാല്യബിൾ ഗുഡ്സ് ആയിരിക്കാം, ഒരു ട്രൂ ഓണർ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അശ്രദ്ധ മൂലമോ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ ഗുഡ്സ് നഷ്ടപ്പെട്ടു. അപ്പൊ ഈ വേൾഡിലുള്ള ബാക്കി എല്ലാവരെക്കാളും ആ ഗുഡ്സിനുള്ള അവകാശം ട്രൂ ഓണർ കഴിഞ്ഞാൽ അത് കിട്ടിയിട്ടുള്ള വ്യക്തിക്കാണ് എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അപ്പൊ ഈ ഫൈൻഡർ ഓഫ് ഗുഡ്സിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും ഉണ്ട്. അദ്ദേഹം വെറുതെ ആ കളഞ്ഞു കിട്ടിയത് എൻ്റേതാണ് എന്ന് പറഞ്ഞിരുന്നാൽ പോരാ, അദ്ദേഹത്തിന് കുറേ ഡ്യൂട്ടീസ് ഉണ്ട്. അത് കൃത്യമായി നിയമപ്രകാരമുള്ള ഡ്യൂട്ടീസ് അദ്ദേഹം പെർഫോം ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് ഫൈൻഡർ ഓഫ് ഗുഡ്സിന്റെ റൈറ്റ്സ്? എന്തൊക്കെയാണ് അവകാശങ്ങൾ? ഏറ്റവും ആദ്യം പറയുന്നത് റൈറ്റ് ഓഫ് ലീൻ ആണ്. ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മറ്റൊരാൾക്ക് അവകാശപ്പെട്ട വസ്തു നമ്മൾക്ക് പിടിച്ചു വെക്കാനുള്ള അവകാശമാണ്. റൈറ്റ് ഓഫ് റീറ്റെയിനിങ് എ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു അതർ. അപ്പൊ ഈ കളഞ്ഞു കിട്ടിയ വസ്തു ഇദ്ദേഹത്തിന് പിടിച്ചു വെക്കാനുള്ള അവകാശമുണ്ട്. ഏതുവരെ? അതായത് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെലവ് സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം, ആ വസ്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പെൻസുകൾ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ഉടമസ്ഥൻ ആ എക്സ്പെൻസ് തിരിച്ചു കൊടുക്കണം. അതുവരെ, ആ തിരിച്ചു കിട്ടുന്നത് വരെ, ആ എക്സ്പെൻസ് കോമ്പൻസേറ്റ് ചെയ്യുന്നത് വരെ ഇദ്ദേഹത്തിന് ആ വസ്തുവിനെ പിടിച്ചു വയ്ക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് വേറൊരാളുടെ പശു ഇങ്ങനെ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ അതിനെ പിടിച്ചു കെട്ടിയിട്ട് ഒരാഴ്ചയായിട്ട് ഒരു 500 രൂപയ്ക്ക് അതിന് വേണ്ട ഭക്ഷണ സാധനങ്ങൾ വാങ്ങി നമ്മൾ കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ അയാളോട് പറയാണ്, എനിക്ക് 500 രൂപയായിട്ടോ ഇതിനെ സൂക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിന് ഭക്ഷണം നൽകാൻ വേണ്ടി 500 രൂപ ചെലവായിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ ആ 500 രൂപ യഥാർത്ഥ ഉടമസ്ഥൻ ഇവർക്ക് തിരിച്ചു നൽകണം. അങ്ങനെ തിരിച്ചു നൽകിയിട്ടില്ലെങ്കിൽ ഈ ഗുഡ്സ് പിടിച്ചു വെക്കാനുള്ള അവകാശം ഫൈൻഡർ ഓഫ് ഗുഡ്സിനുണ്ട്. ദെൻ റൈറ്റ് ടു സ്യൂ ഫോർ റിവാർഡ്. ഏതെങ്കിലും ഒരു കേസിൽ ഇപ്പോൾ ഈ ഗുഡ്സ് കണ്ടുപിടിച്ച് കൊടുക്കുന്ന ആൾക്ക് ഇത്ര രൂപ റിവാർഡ് നൽകപ്പെടും എന്ന് മുൻപേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ റിവാർഡ് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പശുവിന്റെ കേസ് തന്നെ, അതിന്റെ ഓണർ പരസ്യം നൽകിയിരുന്നു, ഈ പശുവിനെ കണ്ടുപിടിച്ച് നൽകുന്ന ആൾക്ക് 1000 രൂപ സമ്മാനമായി നൽകും, റിവാർഡായി നൽകും. ആ പരസ്യം വായിച്ചതിന് ശേഷമാണ്, അത് അറിഞ്ഞുകൊണ്ടാവണം കേട്ടോ, അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇതിനെ തെരഞ്ഞു കണ്ടുപിടിച്ചത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 1000 രൂപ ചോദിച്ചു വാങ്ങാനുള്ള അവകാശം ഇദ്ദേഹത്തിനുണ്ട്. ദെൻ റൈറ്റ് ഓഫ് സെയിൽ. ചില സമയത്ത് ഈ വസ്തുക്കൾ വിൽക്കാനുള്ള അവകാശം വരെയുണ്ട്. എല്ലാ കേസിലും ഇല്ല, ഏതൊക്കെ പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് ഇതിനെ വിൽക്കാനുള്ള അവകാശമുള്ളത്. ഒന്ന്, നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഈ വസ്തുവിന് വേണ്ടി നമ്മൾ ചെലവാക്കിയ പൈസ യഥാർത്ഥ ഉടമസ്ഥൻ തിരിച്ചു തരണം. അത് അദ്ദേഹം തരുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വിറ്റിട്ട് നമ്മൾക്ക് ചെലവായ പൈസ നമ്മൾക്ക് എടുക്കാം, ബാക്കി പൈസ യഥാർത്ഥ ഉടമസ്ഥന് തിരിച്ചു നൽകാം. അതേപോലെ തന്നെ ഇത് പെറിഷബിൾ നാച്ചുറൽ ഗുഡ്സ് ആണെങ്കിൽ ഇത് നമ്മൾക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല. അപ്പൊ ഇത് വിറ്റ് ഇതിന്റെ പൈസ യഥാർത്ഥ ഉടമസ്ഥന് വേണമെങ്കിൽ നമ്മൾക്ക് തിരിച്ചു കൊടുക്കാം യഥാർത്ഥ ഉടമസ്ഥൻ വരുമ്പോൾ. അപ്പോഴും ഈ വസ്തു വിൽക്കാനുള്ള അവകാശമുണ്ട്. ദെൻ നമ്മൾക്ക് ഇതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വന്നിട്ടുള്ള ചെലവ് അതിന്റെ വാല്യൂവിന്റെ 2/3 അധികമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ പ്രോഡക്റ്റ് വിൽക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ ഇത് ഒരു വിൽക്കാൻ പറ്റുന്ന വസ്തു ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു കോമൺലി സബ്ജക്റ്റ് ഓഫ് സെയിലാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഓണർ നമ്മൾക്ക് ആവശ്യമുള്ള പേയ്മെന്റ്, ലോഫുൾ ചാർജസ് ഉണ്ടാവല്ലോ. അപ്പൊ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടിട്ടും അദ്ദേഹം തിരിച്ചു തരാൻ യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ആ ഗുഡ്സ് വിൽക്കാനുള്ള അവകാശം ഫൈൻഡർ ഓഫ് ഗുഡ്സിനുണ്ട്. ദെൻ സെക്ഷൻ 71 ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില്. ഒന്ന്, റീസണബിൾ കെയർ. നമ്മൾക്ക് ആ കളഞ്ഞു കിട്ടിയ വസ്തു ആണെങ്കിൽ കൂടി അത് നല്ല രീതിയിൽ സംരക്ഷിക്കണം. ദെൻ നോ പേഴ്സണൽ യൂസ്. കളഞ്ഞു കിട്ടിയ വസ്തു ഒരിക്കലും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല? നമ്മളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ വി കനോട്ട് മിക്സ് ഇറ്റ് വിത്ത് അവർ ഗുഡ്സ്. നമ്മൾക്ക് കളഞ്ഞു കിട്ടിയ വസ്തുവും നമ്മളുടെ ഗുഡ്സും കൂടെ ഇടകലർത്തി ഉപയോഗിക്കരുത്. യഥാർത്ഥ ഉടമസ്ഥൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്ത് ആ ഓണർക്ക് നൽകേണ്ടതാണ്.
അതേപോലെ തന്നെ ആ നൽകേണ്ട സമയത്ത് ഈ സെപ്പറേഷന് വേണ്ടി എന്തെങ്കിലും പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹിക്കേണ്ടി വരും. കാരണം നമ്മളത് നമ്മുടെ പേഴ്സണൽ ഗുഡ്സുമായിട്ട് മിക്സ് ചെയ്തതാണ്. അപ്പോൾ മിക്സ് ചെയ്യാൻ പാടില്ല, പേഴ്സണൽ യൂസ് ഉപയോഗിക്കാൻ പാടില്ല, റീസണബിൾ കെയർ എടുക്കുകയും വേണം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അതേപോലെ ഈ ടോപ്പിക്കിൽ ബെയിൽമെന്റിൽ അടുത്തതായി വരുന്നതാണ് ടെർമിനേഷൻ ഓഫ് ബെയിൽമെന്റ്. എപ്പോഴൊക്കെയാണ് ഒരു ബെയിൽമെന്റ് കോൺട്രാക്ട് അവസാനിക്കുന്നത്? ഫസ്റ്റ് കേസ് പറയുന്നത് ഓൺ ദ എക്സ്പയറി ഓഫ് സ്പെസിഫിക് പീരിയഡ്. നമ്മളൊരു പെർട്ടിക്കുലർ പീരിയഡിന് വേണ്ടിയാണ് ആ കോൺട്രാക്ട് രൂപീകരിച്ചിട്ടുള്ളത് എങ്കിൽ ആ കാലാവധി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കോൺട്രാക്റ്റിന്റെ വാലിഡിറ്റി നഷ്ടപ്പെടും. രണ്ടാമതായി പറയുന്നത് ഓൺ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ പർപ്പസ് ഓർ ഒബ്ജക്റ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയാണ് ബെയിൽമെന്റ് നടത്തുന്നത്. ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെയിൽമെന്റ് എന്ന് പറയുന്ന കോൺട്രാക്ട് അവിടെ അവസാനിച്ചു. ഒരു കമ്പ്യൂട്ടർ റിപ്പയറിങ്ങിന് കൊടുത്തു, റിപ്പയർ ചെയ്യൽ കഴിഞ്ഞാൽ നമുക്ക് ആ ബെയിൽമെന്റ് അവസാനിപ്പിക്കാം. ആ കമ്പ്യൂട്ടർ തിരിച്ചു കൊടുത്ത് നമ്മുടെ സർവീസ് ചാർജ് വാങ്ങിച്ച് ബെയിൽമെന്റ് അവസാനിപ്പിക്കാം. ദെൻ അൺഓതറൈസ്ഡ് യൂസ് ബൈ ബെയിലി. നമ്മൾ ബെയിൽമെന്റിനായി കൊടുത്ത പ്രോഡക്റ്റ് അവര് അൺഓതറൈസ്ഡ് യൂസ് ചെയ്യുന്നത് ബെയിലറുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എപ്പോൾ വേണമെങ്കിൽ ആ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞിരുന്നു, കാറ് ഫ്രണ്ടിന് പേഴ്സണൽ യൂസിന് കൊടുത്തു, പക്ഷെ അദ്ദേഹം അത് ടാക്സിയായി ഓടിക്കാൻ വേറൊരാൾക്ക് നൽകിയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് ആ ബെയിൽമെന്റ് അവിടെ അവസാനിപ്പിക്കാം. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. കൃത്യമായിട്ടുള്ള റീസണബിൾ കെയർ എടുത്തതിന് ശേഷവും അതിന്റെ സബ്ജക്റ്റ് മാറ്റർ എന്തെങ്കിലും കാരണവശാൽ നശിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം. ദെൻ ടെർമിനേഷൻ ഓഫ് ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെന്റ്. ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെന്റിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെന്റിന്റെ ബെയിലിക്ക് നമ്മൾ ഒരു പേയ്മെന്റും കൊടുക്കുന്നില്ല. അപ്പോൾ എത്ര സ്പെസിഫിക് പീരിയോഡിന് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും ബെയിലർക്ക് കോൺട്രാക്ട് അവസാനിപ്പിക്കാം. പക്ഷെ ആ പ്രീമച്വർ അവസാനിപ്പിക്കലുണ്ട്. നമ്മൾ ആ ക്യാൻസൽ ചെയ്യുന്നത് പ്രീമച്വർ ആയിട്ടാണെങ്കിൽ അതുകൊണ്ട് ബെയിലിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നികത്തി കൊടുക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളോട് പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഡോഗിനെ നമ്മൾ അയൽപ്പക്കത്ത് ഒരാഴ്ചക്ക് ഏൽപ്പിക്കുകയാണ്. ദെൻ 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വന്ന് ഡോഗിനെ തിരിച്ചു വാങ്ങി. ആ ഒരാഴ്ചക്ക് വേണ്ടി അദ്ദേഹം 600 രൂപയ്ക്കുള്ള ഫുഡ് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതിൽ 300 രൂപയുടെയാണ് ഇപ്പൊ ഡോഗിന് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നില്ല കേട്ടോ, പക്ഷെ ആ എക്സ്ട്രാ 300 അദ്ദേഹത്തിന് വന്ന നഷ്ടമാണ്. നമ്മൾ 3 ദിവസം മുന്നേ ഡോഗിനെ തിരിച്ചെടുത്തുകൊണ്ട് വന്നത് കൊണ്ടുള്ള നഷ്ടം. അപ്പൊ ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണം ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെന്റിൽ. ദെൻ ഡെത്ത് ഓഫ് ബെയിലർ ഓർ ബെയിലി ഇൻ കേസ് ഓഫ് ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെന്റ്, ഇറ്റ് വിൽ അവോയ്ഡ് ദ കോൺട്രാക്ട്. ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെന്റ് ആണ്, പെർട്ടിക്കുലർ റെമ്യൂണറേഷൻ ഒന്നുമില്ല, കൺസിഡറേഷൻ ഒന്നുമില്ല. അങ്ങനത്തെ കോൺട്രാക്റ്റിൽ ആരെങ്കിലും ഇവർ മരിച്ചു കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഈ കേസുകളിലെല്ലാം ഒരു ബെയിൽമെന്റ് കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യപ്പെടും അല്ലെങ്കിൽ റിവോക്ക് ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ സ്പെസിഫിക് കോൺട്രാക്റ്റിൽ ബെയിൽമെന്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ദെൻ ഈ യൂണിറ്റിൽ രണ്ടാമത്തെ സെക്ഷൻ ആയിട്ട് വരുന്നത് ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് ആണ്. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ പ്ലഡ്ജ്. യൂണിറ്റ് 10 ബെയിൽമെന്റിന് ശേഷം നമ്മൾ പഠിക്കുന്ന സ്പെസിഫിക് കോൺട്രാക്റ്റ് ആണ് പ്ലഡ്ജ് അല്ലെങ്കിൽ പോൺ. പ്ലഡ്ജ് അല്ലെങ്കിൽ പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെപ്റ്റിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ ഗ്യാരണ്ടിയായി വേറൊരാൾക്ക് നൽകുന്നു, എന്നിട്ട് നമ്മൾ ആ ക്യാഷ് വാങ്ങിക്കുന്നു. അപ്പോൾ ഈ ഗുഡ്സിൻ്റെ പൊസഷൻ വേറൊരാൾക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ജസ്റ്റ് ലൈക്ക് ബെയിൽമെൻറ്റ് തന്നെയാണ്, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ പ്ലഡ്ജിൽ ആ ഗുഡ്സിൻ്റെ യഥാർത്ഥ ഓണർ വേറൊരു വ്യക്തിയിൽ നിന്ന്, അതായത് ഒരു ക്രെഡിറ്ററിൽ നിന്ന് ക്യാഷോ എന്തെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി അതിനൊരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ ഈ ഗുഡ്സ് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നു. അതായത് പ്ലഡ്ജ് ചെയ്യുന്ന ആൾ, പോണർ, പോണിയെ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പണയം വയ്ക്കുക, അപ്പോൾ നമ്മുടെ ഗോൾഡ് റിങ്ങോ എന്തെങ്കിലും പണയം വെച്ചിട്ട് ക്യാഷ് വാങ്ങിക്കാറുണ്ട്. അതേപോലെ ഒരു വ്യക്തിയിൽ നമ്മൾ 10,000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്, അത് തിരിച്ചു നൽകുന്നത് വരെ എൻ്റെ സൈക്കിൾ ഇവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള തിങ് നമ്മൾ അവരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഒരു ഡെപ്റ്റിന് ഗ്യാരണ്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ
ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റിന് ഗ്യാരണ്ടി ആയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വർക്കിൻ്റെ പെർഫോമൻസിന് ഗ്യാരണ്ടി ആയി എന്തെങ്കിലും ഒരു മൂവബിൾ തിങ് നമ്മൾ ഡെലിവർ ചെയ്യുകയാണ്. ഡെലിവറി എന്ന് പറയുന്നത് നമ്മുടെ ബെയിൽമെൻറ്റ് പോലെ തന്നെയാണ്. ആക്ച്വൽ ഡെലിവറി ആവാം, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആവാം. അപ്പോൾ അവിടെ ആ പേയ്മെൻറ്റിന് ഒരു അഷുറൻസ് നൽകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് പ്ലഡ്ജ് ചെയ്യാനുള്ള അവകാശം? ഒന്ന്, ഓണർ ഓഫ് ദി പ്രോഡക്റ്റ്. ആരാണോ ആ ഗുഡ്സിൻ്റെ റിയൽ ഓണർ, അദ്ദേഹത്തിന് പണയം വെക്കാനുള്ള അവകാശമുണ്ട്. രണ്ടാമതായി കോ ഓണേഴ്സ്. ഇപ്പോൾ ഏതെങ്കിലും ഗുഡ്സിന് ഒന്നിലധികം ഓണർമാരുണ്ട് എന്ന് വിചാരിക്കുക. ഓരോരുത്തർക്കും ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അവനവൻ്റെ ഇൻട്രസ്റ്റ് ലിമിറ്റ് വരെ അവർക്ക് പണയം വെക്കാനുള്ള അവകാശമുണ്ട്. ദെൻ മെർക്കൻഡൈൽ ഏജൻറ്റ്സ്. നമ്മൾ ഗുഡ്സ് വിൽക്കാൻ വേണ്ടി എല്ലാ അതോറിറ്റിയും നൽകിയിട്ടുള്ള മെർക്കൻഡൈൽ ഏജൻറ്റ്സ് ഉണ്ടാവും. അവർക്ക് ഗുഡ്സ് പ്ലഡ്ജ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ദെൻ പേഴ്സൺ ഹോൾഡിംഗ് ആൻ ഇൻട്രസ്റ്റ് ആസ് പെർ എ വോയിഡബിൾ കോൺട്രാക്ട്. ചിലപ്പോൾ കൊയേർഷൻ മൂലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കരാറുകൾ പ്രകാരം വോയിഡബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റ് പ്രകാരം ഓണർഷിപ്പ് കിട്ടിയ വ്യക്തി ആയിരിക്കാം. അത് തെളിയിക്കപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യപ്പെടുന്നത് വരെ ആ ഗുഡ്സ് പ്ലഡ്ജ് ചെയ്യാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ദെൻ ബയർ ഓർ സെല്ലർ. അതായത് സെയിൽസ് നടത്തിയതിന് ശേഷം, അതുമല്ലെങ്കിൽ ബയർ ഗുഡ്സിൻ്റെ പൊസഷൻ നേടിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ പേയ്മെൻറ്റ് നൽകിയിട്ടുണ്ടാവില്ല. ആ കേസുകളിലെല്ലാം ഇപ്പോൾ അൺപെയ്ഡ് സെല്ലറൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. അവർക്ക് ആ ഗുഡ്സ് പ്ലഡ്ജ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ദെൻ പേഴ്സൺ ഹാവിങ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമ്മുടെ കോ ഓണറിൻ്റെ കേസൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഡ്സിൽ നമ്മൾക്ക് കുറച്ച് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇത്ര മാത്രമാണോ അവകാശമുള്ളത്, ആ അവകാശം നമ്മൾക്ക് എന്ത് ചെയ്യാം? പ്ലഡ്ജ് ചെയ്യാം. അപ്പോൾ പ്ലഡ്ജ്, ബെയിൽമെൻറ്റ് ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. കാരണം ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി രണ്ട് കോൺട്രാക്റ്റിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താ? മൂവബിൾ ഗുഡ്സ് ആണ്, മൂവബിൾ പ്രോപ്പർട്ടീസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബെയിൽമെൻറ്റിൽ നമ്മൾ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി, ഇപ്പോൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു ഡെപ്റ്റിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ പൈസയാണ് പകരം വാങ്ങിക്കുന്നത്. ആ പൈസ തിരിച്ചു കൊടുക്കുമ്പോഴേ നമ്മൾക്ക് ആ ഗുഡ്സ് തിരിച്ചു കിട്ടുള്ളൂ. ബെയിൽമെൻറ്റിൽ നമുക്ക് റിട്ടേൺ ഉണ്ട്, അതേപോലെ ഇതിലും റിട്ടേൺ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഡെപ്റ്റിനോ അല്ലെങ്കിൽ പെർഫോമൻസോ അഷ്വർ ചെയ്യാൻ വേണ്ടിയാണ് പ്ലഡ്ജ് നടത്തുന്നത്. ബെയിൽമെൻറ്റ് അങ്ങനെയല്ല. ചിലപ്പോൾ ഗ്രാറ്റുവിറ്റസ് ബെയിൽമെൻ്റ് ഒക്കെ ഉണ്ട്, നമ്മൾ കറക്റ്റ് റിവാർഡൊന്നും ഇല്ലാതെ നടത്തുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ബെയിൽമെൻറ്റിൽ നമ്മൾ ബെയിലി ആവശ്യമില്ലാതെ പ്രൊഡക്റ്റ് വിൽക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്ലഡ്ജിൽ ഈ പ്ലഡ്ജ് ചെയ്ത ആൾ, അതായത് പോണർ, കൃത്യമായ രീതിയിൽ പേയ്മെൻറ്റുകൾ നടത്തിയിട്ടില്ലെങ്കിൽ, അയാൾ എന്തെങ്കിലും ഡിഫാൾട്ടുകൾ വരുത്തിയാൽ, ഡെപ്റ്റ് റീപേയ്മെൻറ്റിലൊക്കെ വരുത്തിയാൽ, ഇവർക്ക് റിട്ടേൺ ചെയ്യുന്നത് പോലെ തന്നെ വിൽക്കാനുള്ള അവകാശവുമുണ്ട്. ബെയിലി സാധാരണ എന്താ ചെയ്യുക? ഗുഡ്സ് റീറ്റെയിൻ ചെയ്യും, എന്നിട്ട് കേസ് കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ പ്ലഡ്ജർ, അതായത് നമ്മൾ പ്ലഡ്ജ് ചെയ്ത വസ്തു, നമ്മളുടെ പോണി, ഇപ്പോൾ ബാങ്കിലൊക്കെയാണ് പണയം വെച്ചതെങ്കിൽ അവർ റിട്ടേൺ ചെയ്ത് നമുക്കെതിരെ കേസ് കൊടുക്കുന്നതല്ല, നമ്മൾക്ക് കൃത്യമായി നോട്ടീസുകൾ അയക്കും. എന്നിട്ട് അവരത് ലേലത്തിൽ വിൽക്കാൻ വയ്ക്കും. എന്തെങ്കിലും അഡീഷണൽ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു തരും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഹൈപ്പോത്തിക്കേഷൻ, രണ്ട് നമ്മൾ ഏകദേശം ഒരേപോലെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞാലും പണയം വെക്കൽ തന്നെയാണ്. പ്ലഡ്ജ് എന്ന് പറയുമ്പോഴും നമ്മൾ പണയം വെക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹൈപ്പോത്തിക്കേഷനിലാണ് നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഡെപ്റ്റർക്ക് ആ ഗുഡ്സ് വീണ്ടും ഉപയോഗിക്കാം. ഡെപ്റ്റർ ക്യാൻ യൂസ് ദ ഹൈപ്പോത്തിക്കേറ്റഡ് ഗുഡ്സ്. ഇപ്പോൾ വണ്ടിയൊക്കെ പണയം വെച്ച് കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ ബുക്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. അതിൻ്റെ പേയ്മെൻറ്റ് പലിശയും കൃത്യമായി നമ്മൾ അടയ്ക്കണമെന്നേ ഉള്ളൂ. പക്ഷേ പ്ലഡ്ജിൽ അങ്ങനെയല്ല. പ്ലഡ്ജിൽ നമ്മൾക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഗോൾഡ് റിങ് നമ്മൾ ബാങ്കിൽ പണയം വെച്ച് പൈസ വാങ്ങിക്കുകയാണെങ്കിൽ ആ റിങ് നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് ഫുള്ള് കൊടുത്തു കഴിഞ്ഞാലേ ഡെപ്റ്റർക്ക് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈപ്പോത്തിക്കേഷനിൽ ഡെപ്റ്റർക്ക് അത് ഉപയോഗിക്കാം, പക്ഷേ പ്ലഡ്ജിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഹൈപ്പോത്തിക്കേഷനിൽ ക്രെഡിറ്റർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആ ഗുഡ്സ് എടുത്ത് പരിശോധിക്കാം. ആ വണ്ടിയൊക്കെ എപ്പോൾ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, അവർക്കത് വന്ന് പരിശോധിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ പ്ലഡ്ജിൽ അങ്ങനെയല്ല. പോണർക്കും ആ ഗുഡ്സിൻ്റെ പൊസഷൻ ലോസ്റ്റ് ചെയ്യുന്നു,
അതേപോലെ തന്നെ അയാൾക്ക് അദ്ദേഹത്തിൻ്റെ ആ റൈറ്റ്സ് തിരിച്ചു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹം ആ പേയ്മെൻറ്റ് എത്രയാണോ പലിശയും മുതലും എല്ലാം തിരിച്ചടച്ചാൽ മാത്രമേ ആ ഗുഡ്സ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഹൈപ്പോത്തിക്കേഷനിലും ബെയിൽമെൻറ്റിലും പ്ലഡ്ജിലും എല്ലാം നമ്മൾ മൂവബിൾ ഗുഡ്സ് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇനി എന്തൊക്കെയാണ് പോണിയുടെ ഡ്യൂട്ടീസും റൈറ്റ്സും? അപ്പോൾ പ്ലഡ്ജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോൺ എന്ന് പറയുന്നത് നമ്മളുടെ പോണറും പോണിയും ആരാണോ ക്യാഷ് കൊടുക്കുന്നത് എന്നിട്ട് ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് അവരാണ് പോണി. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഗോൾഡ് വെച്ച് പണയത്തിന് പൈസ എടുക്കുകയാണെങ്കിൽ ബാങ്കാണ് ആ കേസിൽ പോണിയായിട്ട് വരുന്നത്. അവർക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, റൈറ്റ് ടു റീറ്റെയിൻ ദ പ്രോപ്പർട്ടി. അതിൻ്റെ കൃത്യമായ പേയ്മെൻറ്റ് കിട്ടുന്നത് വരെ അത് കൈവശം വയ്ക്കാനുള്ള അവകാശം അവർക്കുണ്ട്. നമ്മൾ കൃത്യമായി പേയ്മെൻറ്റ് അങ്ങോട്ട് തിരിച്ചടച്ചാലേ ആ ഗുഡ്സ് നമ്മൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ദ ഡെപ്റ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ്, പിന്നെ അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ദ ഡെപ്റ്റ്, അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രം. പിന്നെ അവർക്ക് എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ആ ഗുഡ്സിന് ഇൻഷുറൻസ് എടുക്കുകയോ പ്രീമിയം അടയ്ക്കുകയോ എന്താ അവർ ചെയ്തിട്ടുണ്ട്, അതിനൊരു നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസ് ചാർജ് പോലും ഈ വ്യക്തിയിൽ നിന്ന് നമ്മളുടെ പോണി ഈടാക്കും. അതുവരെ അവരത് പിടിച്ചു വയ്ക്കും. ദെൻ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ്, ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ചാർജ് എന്നൊക്കെ പറഞ്ഞു, സെക്ഷൻ 175 പ്രകാരം ഈ പോണിക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഈ ഗുഡ്സ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. ദെൻ റൈറ്റ് ടു സെയിൽ, അവർക്ക് ആ ഗുഡ്സ് വിൽക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾക്ക് കൃത്യമായി സമയമൊക്കെ തരും. ആദ്യം അവർ കേസ് കൊടുക്കും, നമ്മൾക്ക് നോട്ടീസ് അയക്കും, എന്നിട്ട് നമ്മളുടെ അറിവോടുകൂടി തന്നെ ആ ഗുഡ്സ് വിറ്റ് അവർക്ക് കിട്ടാനുള്ള പൈസ തിരിച്ചു പിടിക്കാനുള്ള അവകാശം പോണിക്കുണ്ട്. ദെൻ റൈറ്റ് എഗെയിൻസ്റ്റ് ട്രൂ ഓണർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വോയിഡബിൾ കോൺട്രാക്റ്റ് പ്രകാരമാണ് ഒരു വ്യക്തിക്ക് ഓണർഷിപ്പ് കിട്ടിയിട്ടുള്ളത് എന്ന് വിചാരിക്കാം. അത് ഈ പോണിക്ക് അറിയുന്നുണ്ടാവില്ല. പോണി ഗുഡ്സ് പ്ലഡ്ജിനെടുത്തു, ക്യാഷ് കൊടുത്തു, ഇയാൾ ക്യാഷും പലിശയും എപ്പോഴാണോ തിരിച്ചടയ്ക്കുന്നത് അപ്പോൾ ഗുഡ്സ് ആരാണോ പണയം വെച്ചത് അയാൾക്ക് തിരിച്ചു കൊടുക്കും. അതല്ലാതെ ഇത് വേറൊരാളുടെ ആണോ, അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇയാൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണോ ഒന്നും പോണിക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിൽ അദ്ദേഹം ആ കാര്യത്തിൽ ഇന്നസെൻ്റ് ആണെങ്കിൽ ഒരു ബാധ്യതയും പോണിക്കില്ല. പോണി ആരാണോ പണയം വെച്ചത് അയാൾ പലിശയും പേയ്മെൻറ്റും തിരിച്ചു കൊടുത്താൽ അയാൾക്ക് തന്നെ എന്ത് കൊടുക്കുന്നു? നമ്മളുടെ ഗുഡ്സ് തിരിച്ചു കൊടുക്കും. ദെൻ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഇദ്ദേഹത്തിൻ്റെ കടമകൾ. ഏറ്റവും ആദ്യമായി പറയുന്നത് റീസണബിൾ കെയർ. നമ്മൾ നൽകുന്നത് വാല്യുബിൾ പ്രോഡക്റ്റ് ആണെങ്കിൽ അത് കൃത്യമായി സംരക്ഷിച്ച് സൂക്ഷിച്ചു വെക്കേണ്ട ബാധ്യത പോണിക്കുണ്ട്. കാരണം എപ്പോഴാണോ നമ്മൾ ആ പേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കുന്നത് ആ സമയത്ത് ആ ഗുഡ്സ് നമ്മൾക്ക് റിട്ടേൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുവരെ അത് നല്ല കെയറോടുകൂടി പ്രിസർവ് ചെയ്യണം എന്നുള്ളത് പോണിയുടെ ഡ്യൂട്ടിയാണ്. ദെൻ നോ അൺഓതറൈസ്ഡ് യൂസേജ്. നമ്മൾ നൽകിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് അവർക്ക് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഗോൾഡ് പ്ലഡ്ജ് ചെയ്യുന്നുണ്ട്, ബാങ്കിലുള്ള ആളുകൾക്ക് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അവരത് കൃത്യമായി ലോക്കറിൽ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കത് തിരിച്ചു തരികയും വേണം. ദെൻ റിട്ടേൺ ഗുഡ്സ്. നമ്മൾ എപ്പോഴാണോ നമ്മളുടെ ബാധ്യതകൾ തീർക്കുന്നത്, പലിശയടക്കം പേയ്മെൻറ്റ് ഡെപ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, ആ സമയത്ത് ഈ വസ്തുക്കൾ നമ്മൾക്ക് തന്നെ തിരിച്ചു തരണം. യാതൊരു കേടുപാടുമില്ലാതെ തിരിച്ചു തരണം. ദെൻ നോട്ട് ടു മിക്സ് വിത്ത് അതേഴ്സ്. നമ്മൾ പ്ലഡ്ജ് ചെയ്ത വസ്തു അവരുടെ പേഴ്സണൽ ഗുഡ്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പ്ലഡ്ജ് ചെയ്തത് ഇപ്പോൾ ഒരു പശുവിനെയാണെന്ന് വിചാരിക്കുക, ആ പശു പ്രസവിച്ച് ഒരു അക്രീഷൻ ഉണ്ടായാൽ അത് നമ്മുടെ പോണി തിരിച്ച് എപ്പോഴാണോ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾക്ക് തന്നെ തിരിച്ചു തരണം. ദെൻ ലാസ്റ്റിൽ പറയുന്നത് നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് ആയി പ്രവർത്തിക്കാൻ പാടില്ല. ആ പ്ലഡ്ജ് നടത്തുന്ന സമയത്ത് ഒരു എഗ്രിമെൻ്റ് രൂപീകരിച്ചിട്ടുണ്ടാവും. ആ എഗ്രിമെൻറ്റിലെ വകുപ്പുകൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും ആക്ട് ചെയ്യാൻ പാടില്ല. ഒരുപാട് അവകാശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ എല്ലാ ആക്ടിവിറ്റീസും എന്തനുസരിച്ചായിരിക്കണം? ആസ് പെർ ടേംസ് ഓഫ് ദ എഗ്രിമെൻറ്റ് ഓഫ് പ്ലഡ്ജ്. അപ്പോൾ അത്രയുമാണ് നമ്മളുടെ പോണിയുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. പോണിക്കുള്ളതുപോലെ തന്നെ പോണർക്കും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ പോണർ ചെയ്യുന്നത് അദ്ദേഹം ഒരു ഡെപ്റ്റ് വാങ്ങിക്കുന്നു, പകരം ആ ഡെപ്റ്റിന് സെക്യൂരിറ്റിയായി എന്തെങ്കിലും വാല്യബിൾ ഗുഡ്സ്
ട്രാൻസ്ഫർ ചെയ്യുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർഫോമൻസിന്, പ്രോമിസ് ഓഫ് പെർഫോമൻസിന് ഗ്യാരണ്ടി ആയിട്ടാണ് നമ്മൾ പ്ലഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണോ ഈ ഡെപ്റ്റ് റീപേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം പ്രോമിസ് ചെയ്തതുപോലെ പെർഫോം ചെയ്യുന്നത്, ആ സമയത്ത് ഈ ഗുഡ്സ് തിരിച്ചു കിട്ടാനുള്ള അവകാശമുണ്ട്. അപ്പോൾ റൈറ്റ്സ് ഓഫ് പോണർ എന്ന് പറയുന്നത് റൈറ്റ് ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ് ആഫ്റ്റർ പെർഫോമിങ് ഹിസ് ഡ്യൂട്ടി ഓർ ആഫ്റ്റർ റീപേയിങ് ദ ഡെപ്റ്റ്. അതേപോലെ തന്നെ എന്തെങ്കിലും അക്രീഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഡീഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ദെൻ പോണിയുടെ അശ്രദ്ധ മൂലം എന്തെങ്കിലും ഡാമേജ് ആ ഗുഡ്സിന് പറ്റിയിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻസ് പോണിയുടെ അശ്രദ്ധ മൂലം പോണർക്ക് സംഭവിക്കുകയാണെങ്കിൽ അതും റീഇംബേഴ്സ്മെൻറ്റ് കിട്ടാനുള്ള അവകാശം പോണർക്കുണ്ട്. അതേസമയം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണോ പെർഫോം ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്ത് കൊടുത്തത്, അത് ആസ് പെർ ടേംസ് ഓഫ് അഗ്രിമെൻറ്റ് ഹി ഹാസ് ടു പെർഫോം ദ ഡ്യൂട്ടി. ദെൻ പേയ്മെൻ്റ് ആണെങ്കിൽ ഡെപ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്താനുള്ള കടമയുണ്ട്. ദെൻ എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻസ് പോണിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം പോണർക്കുണ്ട്. അതേപോലെ പോണി പറഞ്ഞ സമയത്തിനുള്ളിൽ ഇദ്ദേഹം പേയ്മെൻ്റ് അടയ്ക്കുകയോ ഒന്നും ചെയ്യാതെ അശ്രദ്ധ വരുത്തിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ നമ്മൾ കൃത്യമായി ഡ്യൂട്ടിയും ചെയ്തില്ല, അവർ തന്ന നോട്ടീസിനനുസരിച്ച് ഒരു പേയ്മെൻറ്റും കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള എല്ലാ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസും നമ്മുടെ പോണർ നൽകേണ്ടതായി വരും. ദെൻ എന്തെങ്കിലും സെയിലൊക്കെ നടത്തുന്ന സമയത്ത് എന്തെങ്കിലും അഡീഷൻ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടും. അല്ല അഡീഷൻ അല്ല ഷോർട്ടേജ് ആണെങ്കിൽ ആ എമൗണ്ട് പിന്നീട് നമ്മൾ അങ്ങോട്ട് പോണിക്ക് നൽകേണ്ടതായി വരും. അപ്പോൾ നോർമലി പ്ലഡ്ജ് ചെയ്യാനുള്ള അവകാശം നമ്മൾ പറഞ്ഞു, ഒന്ന് റിയൽ ഓണർക്ക്, പിന്നെ കോ ഓണേഴ്സിൽ ഒരു വ്യക്തിക്ക്, അങ്ങനെയുള്ള ഓതറൈസ്ഡ് വ്യക്തികൾക്ക് മാത്രമേ പ്ലഡ്ജ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ റിയൽ ഓണേഴ്സ് അല്ലാതെ ബാക്കി ആർക്കൊക്കെയാണ് പ്ലഡ്ജ് ചെയ്യാൻ കഴിയുന്നത്? പ്ലഡ്ജ് ബൈ നോൺ ഓണേഴ്സ്. അതിൽ ഏറ്റവും ആദ്യമായി വരുന്നത് മെർക്കൻഡൈൽ ഏജൻ്റ് ആണ്. നമ്മുടെ ഗുഡ്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഓതറൈസ് ചെയ്ത് അതിൻ്റെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ഏജൻറ്റുമാരുണ്ടായിരിക്കും. അതിൻ്റെ കണ്ടീഷൻസ് പറയുന്നത് സെക്ഷൻ 178 അതിൽ നോട്ടീസിൻ്റെ കാര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സെക്ഷനിൽ പറയുന്നത്? ഒന്ന്, ദ പേഴ്സൺ പ്ലഡ്ജിങ് ദ ഗുഡ്സ് മസ്റ്റ് ബി എ മെർക്കൻഡൈൽ ഏജൻറ്റ്. ഈ പണയം വെക്കുന്ന വ്യക്തി ആരായിരിക്കണം? ഒരു മെർക്കൻഡൈൽ ഏജൻ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ ഹി മസ്റ്റ് ബി ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. ഒന്നുകിൽ ആ ഗുഡ്സിൻ്റെ കൈവശാവകാശം അദ്ദേഹത്തിന് വേണം, അല്ലെങ്കിൽ ആ ഗുഡ്സിൻ്റെ ഡോക്യുമെൻ്റ്, ടൈറ്റിൽ ഡോക്യുമെൻ്റ് അദ്ദേഹത്തിൻ്റെ അവകാശങ്ങളിലുണ്ടായിരിക്കണം. ഇത് ഓണറുടെ കൺസെൻറ്റോടെ ആവണം, അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെ ആവണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗുഡ്സ് അല്ലെങ്കിൽ ടൈറ്റിൽ ഡോക്യുമെൻ്റ് ഉണ്ടാകേണ്ടത്. പിന്നെ മെർക്കൻഡൈൽ ഏജൻറ്റ് നോർമലി ആ മെർക്കൻഡൈൽ ഏജൻറ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പവറിൽ പ്രവർത്തിക്കുന്ന സമയത്തായിരിക്കണം പ്ലഡ്ജ് ചെയ്യേണ്ടത്. പിന്നെ ഈ പ്ലഡ്ജ് ചെയ്യുന്നത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിലായിരിക്കണം. ദെൻ ഈ പ്ലഡ്ജ് നമ്മൾ ഓണറുടെ കൺസെൻറ്റോടുകൂടി പൊസഷനിലുള്ള മെർക്കൻഡൈൽ ഏജൻസിന് മാത്രമാണ് നൽകുന്നത്. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഡിഫക്റ്റീവ് ടൈറ്റിൽ ആണെങ്കിൽ അത് നമ്മളുടെ പ്ലഡ്ജിക്ക് അറിയില്ല, അതായത് പണയം എടുക്കുന്ന പോണിക്ക് യാതൊരു തരത്തിലും അറിയുന്നില്ല എങ്കിൽ നമ്മളത് വാലിഡാണ്. പക്ഷേ കാരണം എന്താ? അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ അറിയുന്ന കേസാണെങ്കിൽ അതെന്തായിരിക്കില്ല? വിൽ നോട്ട് ബി വാലിഡ്. അതായത് ഇഫ് ദ പ്ലഡ്ജി നോസ്, അറിയുന്നുണ്ടെങ്കിൽ, പ്ലഡ്ജർക്ക് ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് പണയം വയ്ക്കുന്നതെങ്കിൽ അതിന് വാലിഡിറ്റി കിട്ടില്ല. ദെൻ രണ്ടാമതായി പറയുന്നത് എന്താ? പ്ലഡ്ജ് ബൈ ദ ഓണർ ഹാവിങ് ഡിഫക്റ്റീവ് ടൈറ്റിൽ ആസ് പെർ വോയിഡബിൾ കോൺട്രാക്റ്റ്. വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ റിസൾട്ടായിട്ടാണ് ഓണർഷിപ്പ് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കാം. അത് വാലിഡിറ്റി നഷ്ടപ്പെടുന്നത് വരെ വാലിഡ് കോൺട്രാക്റ്റ് ആണ്. ഇപ്പോൾ കൊയേഷൻ മൂലമോ ത്രട്ടണിങ് മൂലമോ അങ്ങനെ എങ്ങനെയെങ്കിലുമുള്ള കോൺട്രാക്റ്റ് ആയിരിക്കാം. പക്ഷേ അതിൻ്റെ വാലിഡിറ്റി ഉള്ള സമയത്താണ് പ്ലഡ്ജ് നടത്തിയിട്ടുള്ളത് എന്ന് വിചാരിക്കാം. പിന്നെ ഈ ഡിഫക്റ്റീവ് ടൈറ്റിൽ അല്ലെങ്കിൽ ഇത് വോയിഡബിൾ കോൺട്രാക്റ്റ് പ്രകാരമുള്ള ഓണർഷിപ്പാണ് എന്ന് നമ്മളുടെ പ്ലഡ്ജിക്ക് അറിയുന്നുമില്ലെങ്കിൽ വാലിഡ് പ്ലഡ്ജ് ആയിരിക്കും. ദെൻ അടുത്തതായി പറയുന്നത് പ്ലഡ്ജർ ഹാവ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. നമ്മുടെ പ്ലഡ്ജർക്ക് ആ പ്രോഡക്റ്റിൽ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ആണ് ഉള്ളത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ലിമിറ്റ് വരെ അദ്ദേഹത്തിന് പ്ലഡ്ജ് ചെയ്യാം.
ദെൻ ലാസ്റ്റിൽ പറയുന്നത് കോ ഓണർ ഇൻ പൊസഷൻ, അതേപോലെ ബയർ ആൻഡ് സെല്ലർ ഇൻ പൊസഷൻ. അവർക്ക് ഗുഡ്സ് അവരുടെ കയ്യിലുണ്ട്, കോ ഓണേഴ്സ്. അങ്ങനെയുള്ളവർക്ക് അവരുടെ ഓണർഷിപ്പ് ലിമിറ്റ് വരെ പ്ലഡ്ജ് ചെയ്യാൻ കഴിയും. മറ്റ് ഓണേഴ്സിൻ്റെ കൂടെ സമ്മതത്തോടു കൂടി വാലിഡ് പ്ലഡ്ജിൽ എൻ്റർ ചെയ്യാം. ദെൻ ബയർ ഓർ സെല്ലർ, അവർ ചിലപ്പോൾ ഈവൺ ആഫ്റ്റർ സെയിൽ ആയിരിക്കാം സെല്ലറുടെ കയ്യിലാണ് ആ ഗുഡ്സ് ഉള്ളതെങ്കിൽ, അതല്ല ബയർക്ക് അതിൻ്റെ പൊസഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്ലഡ്ജ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ പ്ലഡ്ജിക്ക് ഈ കാര്യം അറിയുന്നുണ്ടാവില്ല, അപ്പോഴാണ് വാലിഡ് ആവുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു കുട്ടി ബി എന്ന് പറയുന്ന സൈക്കിൾ കടക്കാരൻ്റെ കയ്യിൽ നിന്നൊരു സൈക്കിൾ വാങ്ങിച്ചു, എന്നിട്ട് അത് ആ കടയിൽ തന്നെ വെച്ച് പോവാണ്, പിന്നീട് വന്ന് എടുക്കാമെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട്. അപ്പോൾ ഈ കടക്കാരൻ അത് സി എന്ന് പറയുന്ന ഒരാൾക്ക് പണയം വെക്കുന്നു, എന്നിട്ട് ക്യാഷ് വാങ്ങിക്കുന്നു. അപ്പോൾ സിക്ക് അറിയില്ല ഇത് വിറ്റ സൈക്കിളാണെന്ന് സിക്ക് അറിയില്ല. അപ്പോൾ സിക്ക് ഇത് വാലിഡ് പ്ലഡ്ജാണ്. അദ്ദേഹത്തിന് ആ എമൗണ്ട് ആ ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, അല്ലാതെ യഥാർത്ഥ ഓണറുമായിട്ട് നമ്മുടെ പ്ലഡ്ജിക്ക് അവിടെ യാതൊരു റിലേഷനും വരുന്നില്ല. പക്ഷേ ഈ കേസിലെല്ലാം ഇഫ് ദ പ്ലഡ്ജി നോസ് ദ ട്രൂത്ത് ദെൻ ദ പ്ലഡ്ജ് ബിക്കം ഇൻവാലിഡ്. അപ്പോൾ അത്രയുമാണ് നമ്മൾക്ക് ഈ യൂണിറ്റ് 10 പഠിക്കാനുള്ളത്.